Right. Okay, so ഇന്ന് നമ്മൾ അഞ്ചാമത്തെ അധ്യായമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 4 അധ്യായം കഴിഞ്ഞു. അപ്പൊ ആ 4 അധ്യായത്തില് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് കർമ്മയോഗം. 3ാമത്തെ അധ്യായത്തിൽ കർമ്മയോഗം. 1ഉം 2ഉം അധ്യായങ്ങൾ എന്താ പറയുക, ഒരു പ്രീലൂഡായിട്ട് നമുക്ക് കരുതാം. 3ാമത്തെ അധ്യായത്തിൽ മുതലാണ് ശരിയായിട്ടുള്ള ഭഗവത്ഗീതയുടെ ഡീറ്റെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കർമ്മയോഗം 3ാമത്തെ അധ്യായം കർമ്മയോഗത്തിന്റെ സമ്മറിയാണ് ഞാൻ ആ ഒരു ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. പാത്ത് ഓഫ് എക്സലൻസ് ആണ്. ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ പാത്ത് ഓഫ് എക്സലൻസ്. നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പാത്ത് ഓഫ് എക്സലൻസ്, ആ എക്സലൻസിലേക്ക് പോകേണ്ട കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എക്സലൻസിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ദ ട്രിഗർ ഈസ് സെൽഫ്ലെസ്നെസ്. അപ്പൊ ആ സെൽഫ്ലെസ്നെസ് എന്താണ് എന്നാൽ, ഈഗോ ഇല്ലാണ്ട് ജോയ്സ് ഓഫ് ദ സെൽഫിലേക്ക് നമ്മളുടെ മനസ്സ്, ബുദ്ധി, ശരീരം അത് മുഴുവനും ആ ജോയ്സ് ഓഫ് ദ സെൽഫിന് വേണ്ടി ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എപ്പോൾ ഏർപ്പെടുന്നുവോ അന്ന് നമ്മൾ പാത്ത് ഓഫ് എക്സലൻസിലേക്കുള്ള സ്റ്റാർട്ടിങ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു. അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അതിന്റെ 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് അതിലേക്ക് ജ്ഞാനം, നോളജ് കൊണ്ടുവരിക എന്നുള്ള. ഇൻഗ്രീഡിയന്റ് ഓഫ് നോളജ് ഇസ് ബ്രോട്ട് ഇൻ ടു ദി സെൽഫ്ലെസ്നെസ് മിക്സിലേക്ക് ആ 2ാമത്തെ സ്റ്റെപ്പ് നോളജിനെ കൊണ്ടുവരണം. നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ സെൽഫ്ലെസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്രിഫൈസസ് ആണ്, യജ്ഞങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാട്ട് ഈസ് സാക്രിഫൈസ്? ആ സാക്രിഫൈസിന്റെ പല വിധത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ജ്ഞാനത്തിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 2ാമത്തെ ജ്ഞാനകർമ്മ യോഗത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് 4ാമത്തെ അധ്യായത്തിൽ. അപ്പൊ അവിടെ സാക്രിഫൈസസ് ആണ് അതിന്റെ എല്ലാത്തിന്റെയും ബേസിക് ആയിട്ടുള്ള സംഗതി എന്ന് സെൽഫ്ലെസ്നെസിന്റെ റൂട്ടായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്തിനൊക്കെയാണ് സാക്രിഫൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ സ്കിൽസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, അതായത് എക്സിസ്റ്റിംഗ് സ്കിൽസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, പിന്നെ പുതിയ കഴിവുകൾ, പുതിയ ജ്ഞാനം, ഇങ്ങനെ ഇതിനുള്ള സമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അത് യോഗവും ക്ഷേമവും ഇതിന് രണ്ടിനും വേണ്ടിയിട്ടുള്ള സാക്രിഫൈസസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സാക്രിഫൈസ് ദാറ്റ് വി ഷുഡ് അറ്റംപ്റ്റ്. പിന്നെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള സാക്രിഫൈസസ്. നമ്മൾക്ക് തെറ്റുകൾ ചെയ്യാണ്ടിരിക്കാൻ നമ്മളെ തന്നെ പിടിച്ചു നിർത്തുക, നെഗറ്റിവിറ്റിയിലേക്ക് പോകാണ്ടിരിക്കാൻ നമ്മളെ തന്നെ പിടിച്ചു നിർത്തുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സാക്രിഫൈസസ്. പിന്നീട് പുറമേയുള്ള സാക്രിഫൈസസ്, ചാരിറ്റി, അതുമാതിരി വ്രതങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓസ്റ്ററിറ്റീസ്, ആ വ്രതങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്കിൽസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, മൈൻഡ് കൺട്രോൾ, ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ആചരിക്കുന്നുവോ അതൊക്കെയാണ് ഓസ്റ്ററിറ്റീസ് എന്ന് പറയുന്നത്, വ്രതങ്ങൾ. പിന്നെ യോഗ പ്രാക്ടീസസ് ആവാം, വേണമെങ്കിൽ മെഡിറ്റേഷൻ, പ്രാണായാമം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നീട് കുറച്ചും കൂടി ഉയർന്ന തലത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റഡീസ് ലീഡിങ് ടു നോളജ്, ജ്ഞാന സമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള സ്വാധ്യായവും മറ്റുള്ളവരിൽ നിന്ന് ആർജിക്കുന്നതായിട്ടുള്ള ജ്ഞാനവും. ഇത് 2 വിധത്തിലും നമുക്ക് ജ്ഞാന സമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള സാക്രിഫൈസസ്. അങ്ങനെ പല തരത്തിലുള്ള സാക്രിഫൈസസിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു. ഈ സാക്രിഫൈസസ് എല്ലാം ആദ്യത്തെ സ്റ്റെപ്പ് ജോയ്സ് ഓഫ് ദി ഇന്നർ സെൽഫ്, അതിനു വേണ്ടിയിട്ട്, സെൽഫ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മറ്റെന്തെങ്കിലും നേടുന്നതിന് വേണ്ടിയിട്ടല്ല, സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യുന്നതാണ് സത്യത്തിൽ പറഞ്ഞാൽ നോളജ് സാക്രിഫൈസ് അല്ലെങ്കിൽ ജ്ഞാനസന്യാസം എന്ന് പറയുന്നത്. ആ ജ്ഞാനസന്യാസനത്തിന്റെ കാര്യമാണ് 4ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. അത് ജ്ഞാനയജ്ഞം ആയിട്ട് പരിണമിക്കുന്നു. അപ്പോൾ നമ്മളുടെ ആത്മതത്വം, സെൽഫ്, ഇൻഫിനിറ്റ്, ഇവിടെ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്ന മുകളിൽ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആത്മാവ്, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആത്മശക്തി, ആത്മീയ ശക്തി, അത് നമ്മളുടെ ഉള്ളിലുണ്ട്, എല്ലാവരിലും ഉണ്ട്, എല്ലാം ഒന്ന് തന്നെയാണ്. അത് നമ്മളുടെ മനസ്സ്, ബുദ്ധി, ശരീരത്തിന്റെ ഉള്ളിൽ കൂടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കുന്നു. എങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധിയാണല്ലോ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതൊക്കെ. അപ്പൊ നമ്മളുടെ മനസ്സും ബുദ്ധിയും ഒക്കെ ചിന്തിക്കുമ്പോൾ സെൽഫിന് ചിന്താശക്തിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആ സെൽഫ് മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു റിസൾട്ടാണ് ചിന്ത എന്ന് പറയുന്നത്. ആ ചിന്ത നമ്മളെ കൊണ്ട് ഈ പരിമിതമായിട്ടുള്ള എൻ്റെ മനസ്സും ബുദ്ധിയും ശരീരവുമായിട്ടുള്ള ഞാനാണ് ഞാൻ, ശരിയായിട്ടുള്ള ഞാൻ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. ഐ സെൽഫായി, സ്മോൾ ഐ സെൽഫ്, ഇൻഫിനിറ്റ് സെൽഫ് ബിക്കംസ് സ്മോൾ ഐ സെൽഫ്. ആ സ്മോൾ ഐ സെൽഫ് നമ്മളുടെ മനസ്സും ബുദ്ധിയും ശരീരത്തിന്റെ പവർ, സെൻസസിൽ കൂടെയും ആ ശക്തികൾ പുറത്തേക്ക് കാണിച്ചുകൊണ്ട് പുറമേയുള്ള ബാഹ്യമായിട്ടുള്ള വസ്തുക്കളും ഇൻസിഡൻസും അങ്ങനെ പല
കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഭഗവത്ഗീതയുടെ ഒരു എന്താ പറയാ ആകത്തുക എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന 3-4 ചാപ്റ്ററിൽ. അപ്പൊ ഇതില് ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻസിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. അതായത് ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് വിൽ മേക്ക് യു സസ്റ്റൈനബിളി സക്സസ്ഫുൾ. അപ്പൊ അത് പുറമെയുള്ള നമ്മളുടെ പ്രവർത്തന മേഖലകളിൽ നമുക്ക് ജയവിജയങ്ങളെ സമ്മാനിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഈസ് റിയലി റിക്വയർഡ് ഫോർ സക്സസ്. അപ്പോൾ ദാറ്റ് ഈസ് ദ ഹൈ റോഡ് ടു സസ്റ്റൈനബിൾ സക്സസ്. അപ്പോൾ അതിൽ നമുക്ക് പല വിധത്തിലുള്ള സ്ട്രാറ്റജീസിനെ പറ്റിയിട്ട് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സെഷനിൽ സംസാരിച്ചിട്ടില്ല എന്ന് മാത്രം. സെൽഫ് അനലിറ്റിക്സിന്റെ സ്ട്രാറ്റജീസ് മോഡേൺ വേൾഡിൽ വർക്ക് വേൾഡിൽ നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുന്നതായിട്ടുള്ള സ്ട്രാറ്റജീസിലേക്കൊക്കെ നമ്മൾ ഈ പറയുന്ന സെൽഫ്ലെസ്നെസ്സും നോളജ് ബേസ്ഡ് സാക്രിഫൈസും കൂടെ കൊണ്ടുവരുമ്പോൾ, ഇത് രണ്ടും കൂടെ ചേർത്ത് കൊണ്ടുവരുമ്പോഴാണ് സെൽഫ്ലെസ്നെസ് പ്ലസ് നോളജ് ബേസ്ഡ് സാക്രിഫൈസ്, ഇത് രണ്ടും കൂടെ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാവുന്നത്. പക്ഷേ അർജുനന് ഈ സമയത്ത് ഈ രണ്ട് സംഗതികളെ പറ്റിയിട്ട് ഒരു സംശയം ഉണ്ടായി. ഇതിൽ ഏതാണ് നല്ലതെന്നൊക്കെയുള്ള ഒരു ചോദ്യമാണ് അടുത്ത് വരുന്നത്. അതായത് രണ്ട് സംഗതികളാണ് 3-ലും 4-ലും പഠിച്ചത്. ഒന്ന് സെൽഫ്ലെസ്നെസ്, വാട്ട് ഈസ് സെൽഫ്ലെസ്നെസ്, ആൻഡ് സെൽഫ്ലെസ്നെസ് ഈസ് ദ പാത്ത് ടു പെർഫെക്ഷൻ. രണ്ടാമത്തതില് നോളജ് ബേസ്ഡ് സാക്രിഫൈസസ് ഈസ് ദ സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് that is required, and knowledge based sacrifices help you to attain or reach out to the high road of sustainable success. ഇത് രണ്ടും കൂടി അപ്പൊ രണ്ട് സംഗതികളാണെന്ന് അർജുനന് ഒരു സംശയം. അവിടെയാണ് അടുത്ത ചാപ്റ്റർ 5-ാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പൊ സാക്രിഫൈസ് ത്രൂ നോളജ് ഇസ് ഹയസ്റ്റ് ഫോം ഓഫ് സാക്രിഫൈസ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. സോ അർജുനാസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പെർട്ടൈനിങ് ടു ദാറ്റ്. അപ്പൊ 1, 2, 3, 4 ചാപ്റ്ററിന്റെ സമ്മറിയാണ് ഇവിടെ ഒന്നുകൂടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം അർജുനന്റെ വിഷാദയോഗം, 2 സമ്മറി ഓഫ് ദ ഭഗവത്ഗീത, ജ്ഞാനം, ഭക്തി, കർമ്മം, ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു ജനറൽ ആയിട്ട് 1, 2-ലും. 3-ാമത്തെ അധ്യായത്തിൽ സെൽഫ്ലെസ്നെസ്, 4-ാമത്തെ അധ്യായത്തിൽ നോളജ് ബേസ്ഡ് സാക്രിഫൈസ്. ഈ നോളജ് ബേസ്ഡ് സാക്രിഫൈസും സെൽഫ്ലെസ്നെസ് ആണ് അടുത്ത സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം. ആദ്യത്തെ അർജുനന്റെ ചോദ്യം ഇതിൽ ഏതാണ്? ഇപ്പൊ രണ്ടും പറഞ്ഞു ശ്രീഷൻ, സാക്രിഫൈസ് ആസ് വെൽ ആസ് സെൽഫ്ലെസ്നെസ് ആസ് വെൽ ആസ് നോളജ് ബേസ്ഡ് സാക്രിഫൈസ്. ഇതിൽ ഏതാണ് ഞാൻ എടുക്കേണ്ട വഴി എന്നാണ് അർജുനന്റെ ആദ്യത്തെ ചോദ്യം. അപ്പോ അതിനുള്ള ഉത്തരവാണ് അതാണ് നമ്മളിപ്പോ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ സെൽഫ്ലെസ്നെസ് എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ്ലെസ്നെസ് ആണ് നമ്മളെ നോളജ് ബേസ്ഡ് സാക്രിഫൈസസിന്റെ ലെവലിലേക്ക് എത്തിക്കുന്നത്. സെൽഫ്ലെസ്നെസ് ആണ് നോളജ് ബേസ്ഡ് സാക്രിഫൈസ് ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫ്ലെസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ചെയ്ത് ആണ് നോളജ് ബേസ്ഡ് സാക്രിഫൈസ് എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ഉയരുന്നത് എന്നാണ് ആദ്യം തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. റിനൻസിയേറ്റ് അല്ലെങ്കിൽ റിനൻസിയേഷൻ ഓർ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്. അതായത് നമുക്ക് ഒരു എന്താ പറയാ വൈരാഗ്യം ഉണ്ടാവും. വൈരാഗ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് സാധാരണ ഒരു സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഒക്കെ കേൾക്കുമ്പോൾ വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞു തരുന്നു ഒന്നും വേണ്ട, അതിനോട് വിരക്തി, എന്നിട്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ എന്നുള്ളതൊക്കെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് സാധാരണ. പക്ഷെ ഭഗവത്ഗീതയിൽ അതിന്റെ ശരിയായിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പോസിഷൻ ആണ് ഭഗവത്ഗീത. വിരക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് എടുത്ത് എല്ലാം ഇട്ടെറിഞ്ഞ സകല റെസ്പോൺസിബിലിറ്റീസും വേണ്ട എന്ന് വെച്ച് സന്യാസം സ്വീകരിക്കുന്ന വഴിയല്ല. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ 5-ാമത്തെ അധ്യായത്തിലും പറയുന്നത്. സെൽഫ്ലെസ്നെസ് ലീഡ്സ് ടു റിനൻസിയേഷൻ, അൾട്ടിമേറ്റ്ലി ഗിവിംഗ് റൈസ് ടു ഡിറ്റാച്ച്മെന്റ് എന്നാണ് ഒറ്റ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം. സെൽഫ്ലെസ്നെസ് ലീഡ്സ് ടു റിനൻസിയേഷൻ വിച്ച് ലീഡ്സ് ടു ഡിറ്റാച്ച്മെന്റ്. അപ്പൊ ഈ സെൽഫ്ലെസ്നെസ് നിസ്വാർത്ഥമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് സന്യാസത്തിലേക്ക് എത്തിച്ചേരാം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ സിംപ്ലിസിറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റീസും നമ്മുടെ കുടുംബവും എല്ലാം ത്യജിച്ച് നേരെ ഹിമാലയത്തിൽ പോയിരുന്നാൽ മതി എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെയല്ല ഇനി, കാരണം അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇനിയും വരുന്നുണ്ട്, ഇനിയും അടുത്ത ചാപ്റ്ററുകളിലൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ 3-ലും 4-ലും നമ്മൾ പല വിധത്തിൽ എങ്ങനെയാണ് സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിക്കേണ്ടത്, ആ പ്രവർത്തനത്തില് ജ്ഞാനം എങ്ങനെ കൊണ്ടുവരുമ്പോൾ ഓരോ ജ്ഞാനം കൊണ്ടുവരുന്നതിന്റെ ഓരോ വഴികളും എല്ലാം, അതായത് നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യുക, നമ്മളുടെ സ്കിൽ സെറ്റ്സ് കൂട്ടിയെടുക്കുക, നമ്മുടെ നോളജ് കൂട്ടിയെടുക്കുക, ഉള്ളതിനെ പരിപോഷിപ്പിക്കുക, ഇല്ലാത്തത് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ അത് ചെയ്യേണ്ട രീതിയെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. സോ
ആ ഈ ഒരു ഡിഫറൻസിയേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഹൗ ഡസ് നോളജ് ഹെൽപ്പ് ടു ഡു ദാറ്റ്? അപ്പൊ ഇത് ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതായത് സെൽഫ്ലെസ്നെസ് റിനൻസിയേഷനിലേക്കും, റിനൻസിയേഷൻ ഡിറ്റാച്ച്മെന്റിലേക്കും എത്തിക്കുന്നു. അങ്ങനെ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ഇക്വിപോയിസ് ഓഫ് ദി ഇന്റലക്ട്. മനസ്സിന്റെ സന്തുലിതാവസ്ഥ, ബുദ്ധിയുടെ സ്ഥിരത, ഇത് രണ്ടും നമുക്ക് എത്തിച്ചേരുന്നത്, നമുക്ക് കിട്ടുന്നത് ഈ വഴി കൂടെയാണ്. ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണ്? ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ഇക്വിപോയിസ് ഓഫ് ഇന്റലക്ട്. ഇത് രണ്ടുമാണ്. ഇത് രണ്ടും നമുക്ക് വരുമ്പോഴാണ് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയി എന്ന് പറയുന്നത്. അതാണ് ഭഗവത്ഗീത പറയുന്നത്. ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ഇക്വിപോയിസ് ഓഫ് ഇന്റലക്ട്. മനസ്സിന്റെ സന്തുലിതാവസ്ഥ, ബുദ്ധിയുടെ സ്ഥിരത, ഇത് രണ്ടും കൂടെ ചേർന്നതാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇനി കുറച്ച് ഫർദർ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ ജ്ഞാനം നമ്മളെ എങ്ങനെ സഹായിക്കും? ജ്ഞാനമാണ് നമുക്ക് വേണ്ടതെന്ന് നാലാമത്തേൽ പറഞ്ഞു. ഇനി ആ ജ്ഞാനം നമ്മളെ എങ്ങനെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ജ്ഞാനം ഉണ്ടാവണം. ആ ജ്ഞാനത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഈ സത്യത്തിൽ നമ്മുടെ മോട്ടിവേഷൻസ്, സുപ്രീം മോട്ടിവേഷൻസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുക. അത് മോട്ടിവേഷൻസ് ആർ പ്യൂരിഫൈഡ് ബൈ ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സെൽഫ്. ഇത് നമുക്ക് ജോയ്സ് ഓഫ് ദ സെൽഫ് ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ ആരാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ശരിയായിട്ടുള്ള ബോധം ഉണ്ടാവണം. അത് ഇങ്ങനെ വെറും ലിറ്റററി ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല, അത് ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാവ് എന്താണ്, ഞാൻ ആരാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ആദ്യം തന്നെ ഉണ്ടാവണം. അത് ഈ ആത്മതത്വം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന പ്രചോദന ശക്തിയാണ്, അല്ലാണ്ട് എൻ്റെ മനസ്സിന്റെ പരിണിത ഫലങ്ങളല്ല, അല്ലെങ്കിൽ ബുദ്ധിയുടെ മറ്റേ ഈ മറ്റേ ബുദ്ധി എക്സിബിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. അതൊന്നും അല്ല ഞാൻ എന്ന് പറയുന്നത്. അത് ബുദ്ധിയുടെ ക്വാളിറ്റീസ് ആണ്, മനസ്സിന്റെ ക്വാളിറ്റീസ് ആണ്, ശരീരത്തിന്റെ ശക്തി ക്ഷയങ്ങളാണ്. ഇതൊക്കെ അത് ശരീരത്തിന്റെയാണ്, അല്ലാണ്ട് എൻ്റെ അല്ല. ഞാൻ ആരാണ്? ഐ ആം ദ ഇൻലിവനർ, ഐ ആം ദ വിറ്റ്നസ് എന്നുള്ള ബോധം നമുക്ക് ശരിയായിട്ട് എപ്പോഴുണ്ടാവുന്നോ അന്ന് മുതൽ നമുക്ക് ഈ ബുദ്ധിസ്ഥിരതയും മനസ്സിന്റെ സ്ഥിരതയും ഉണ്ടാവുള്ളൂ, മനസ്സിന്റെ സന്തുലിതാവസ്ഥയും ഉണ്ടാവും. അപ്പൊ മനസ്സും ബുദ്ധിയും മനസ്സും ശരീരവും ഒക്കെ ഒരു എക്വിപ്മെന്റ് ആണ്. ജസ്റ്റ് ലൈക്ക് എ ബൾബ്, ഇലക്ട്രിക് ബൾബ് മാതിരി. ഇലക്ട്രിക് ബൾബ് ആണോ ഇലക്ട്രിസിറ്റി? അല്ല, ഇലക്ട്രിക് ബൾബാണ്. അതിൽ കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ ബൾബാണോ ലൈറ്റ് എന്ന് ചോദിച്ചാൽ അല്ല, ബൾബിന്റെ ഉള്ളിൽ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ബൾബിന്റെ റിസൾട്ട് ആയിട്ടുള്ള ലൈറ്റ് പുറത്തേക്ക് വരുന്നത് മാതിരി ആത്മീയ ശക്തി നമ്മുടെ ഉള്ളിൽ കൂടെ പ്രകാശിക്കുമ്പോൾ എൻ്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും ശരീരത്തിന്റെയും ഗുണഗണങ്ങൾ പുറത്തേക്ക് വരുന്നു. ആ ഒരു ബോധം ശരിയായിട്ട് നമുക്ക് ഉണ്ടായി കഴിയുമ്പോഴാണ് സത്യത്തിൽ ഈ പറയുന്ന ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് എത്തിച്ചേരുള്ളൂ. കാരണം ഒരു ബൾബ് സത്യത്തിൽ പറഞ്ഞാൽ ബൾബിന് മനസ്സില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ബൾബിന് ഡിറ്റാച്ച്ഡ് ആണ്, വളരെ ഡിറ്റാച്ച്ഡ്, ഇറ്റ് ഡസന്റ് കെയർ. അല്ല, ഇലക്ട്രിസിറ്റി അതിന്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും മനസ്സ് ചിന്തിക്കുന്നില്ല, അല്ല ബൾബ് ചിന്തിക്കുന്നില്ല, കാരണം മനസ്സില്ല. അപ്പൊ therefore it is detached, really speaking. അതുമാതിരി ഉള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്ന് പറയുന്നതാണ് സത്യത്തിൽ പറഞ്ഞ റിനൻസിയേഷൻ. അപ്പോ എന്താണ്? ആ ബൾബ് തന്നെ കൊണ്ടാവുന്ന മുഴുവനും അങ്ങോട്ട് പുറത്തേക്ക് തരും. അതിന് കണ്ടീഷൻ ഇല്ല. ഇപ്പൊ ഒരു ബൾബ് കത്തിക്കുമ്പോൾ ഞാൻ കയറി വരുമ്പോൾ ബൾബ് ഡിമ്മും, വേറൊരാൾ കയറി വരുമ്പോൾ സന്തോഷത്തോട് കൂടുതൽ വെളിച്ചം തരില്ലല്ലോ. അതിന് അതിൻ്റെതായിട്ടുള്ള ആ കഴിവ് അത് സെൽഫ്ലെസ് ആയിട്ട് പുറത്തേക്ക് തരികയാണ്. ഒരു വിധത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളും ഇല്ലാണ്ട് ബൾബ് പ്രവർത്തിക്കുന്നു, അതിന്റെ ശരീരത്തിനൊത്ത് പ്രവർത്തിക്കുന്നു. പക്ഷെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ദാറ്റ് ഇസ് ഓൾ. അതുമാതിരി നമുക്ക് നമ്മളുടെ മനസ്സ് ബുദ്ധി ശരീരത്തിന്റെ ഗുണത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഗുണം, പക്ഷെ മനുഷ്യന് ബുദ്ധിയുള്ളത് കാരണം ഇപ്പൊ ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നു, ആ മനസ്സിനെയും ബുദ്ധിയെയും നമുക്ക് മാറ്റിയെടുത്ത് ആവുന്നത്ര മറ്റുള്ളവരുടെ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട്, അവിടെയാണ് വ്യത്യാസം വരുന്നത്. ആവുന്നത്ര മറ്റുള്ളവരുടെ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടാനിഷ്ടങ്ങൾ ഇല്ലാണ്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന അവസ്ഥ, ദാറ്റ് ഈസ് റിനൻസിയേഷൻ, ഡിറ്റാച്ച്മെന്റ്. അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് അവർ പവർ ടു ചേഞ്ച് ദ വേ ദ നേച്ചർ ഓഫ് മൈ മൈൻഡ് ആൻഡ് ഇന്റലക്ട് വർക്ക്സ്. എന്റെ മനസ്സുകൊണ്ടാണ് ഞാൻ പ്രവർത്തിപ്പിക്കുന്നത്. എന്റെ മനസ്സ് അതിനുള്ള ശക്തിയുണ്ട്. അതായത് ഈ പറയുന്ന ആത്മീയ ശക്തിയെ എടുത്ത് കൊണ്ട് പുറത്തേക്ക് ജ്വലിപ്പിക്കുവാൻ, ഏത് വിധത്തിലും ജ്വലിപ്പിക്കുവാനും മാറ്റിമറിക്കാനും എൻ്റെ ആ മനസ്സിന്റെയും ഇന്റലക്റ്റിന്റെയും ബുദ്ധിയുടെയും ശരീരത്തിന്റെയും എല്ലാ കഴിവുകളെയും മാറ്റിയെടുക്കുവാനും എനിക്ക് കഴിവുണ്ട്. ദാറ്റ് ഈസ് അവർ ഡിഫറൻസ്. ബൾബും ഞാനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പൊ ഇതിന് ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് എപ്പോഴും ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്ന് പറയുന്ന സംഗതിയാണ്. രണ്ട് എക്സ്ട്രീം എൻഡിലേക്ക് ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്.
മനസ്സ്. ഇഷ്ടം, അതിനോട് എനിക്ക് ഇഷ്ടമാണ്, ഇതിനോട് എനിക്ക് ഇഷ്ടമല്ല. എന്താ ഈ ഒരു സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള സംഗതികളോട് കൂടുതൽ അടുപ്പവും ഇഷ്ടമില്ലാത്ത സംഗതികളോട് അടുപ്പമില്ലായ്മയും, അത് മാത്രമല്ല ചിലപ്പോൾ വിദ്വേഷവും, അങ്ങനെയുള്ള പല കാര്യങ്ങളെയും നമ്മൾ കാണിക്കുന്നു. ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. നമ്മൾ അപ്പൊ ഇഷ്ടമില്ലാത്തൊരു സംഗതി ശരിയായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും നമ്മൾ അത് ചെയ്യാണ്ടോ അല്ലെങ്കിൽ അതിനോട് ദേഷ്യവോ വിരക്തിയോ കാണിക്കുന്നു. ഇഷ്ടമില്ലാത്ത സംഗതി ആവശ്യമുള്ളതാണെങ്കിലും അത് വിരക്തിയോടുകൂടി നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് അത് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ക്വാളിറ്റിയിലേക്ക് വ്യത്യാസം വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആണ് നമ്മളെ ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോ ഇതില്ലാണ്ട്, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഇല്ലാണ്ട് റിനൻസിയേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്, അതിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതാണ് ഈ അധ്യായത്തിൽ പറഞ്ഞു വരുന്നത്. ഇതിന്റെ ഒരു ചെറിയ പ്രോസസ്സ് എന്നുള്ള നിലയിലും കൂടെ പറയുന്നുണ്ട്. അതായത് ഇത് പലപ്പോഴും ചോദ്യം എങ്ങനെ എനിക്ക് സാധിക്കുക, എന്താണ് അതിന്റെ പ്രോസസ്സ്. അപ്പോ അതിന്റെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ കൺട്രോൾ ഓഫ് സെൻസ്. അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കിയത് എന്താണ്, സെൻസ് കൺട്രോൾ വരുന്നുണ്ട്, മൈൻഡ് കൺട്രോൾ വരുന്നുണ്ട്, ഇന്റലക്ട് കൺട്രോൾ വരുന്നുണ്ട്. ഇന്റലക്ട്, മൈൻഡ്, സെൻസസ്, ഇതിനെ കൺട്രോൾ ചെയ്തിട്ടാണ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഇല്ലാണ്ട്. ഇത് വളരെ സിമ്പിൾ, 3 സംഗതികളേ ഉള്ളൂ, വളരെ സിമ്പിൾ. അപ്പൊ ചോദ്യം ചെയ്തത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ള ചോദ്യം നാച്ചുറൽ ആയിട്ട് വരാം. അപ്പോൾ അതിന് ഒരു പ്രോസസ്സ് എന്നുള്ള നിലയിൽ ഇതിൽ നിന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഫോർ ദി അൺഇനീഷ്യേറ്റഡ് ആൻഡ് ഫോർ ദ ഇനീഷ്യേറ്റഡ്, രണ്ട് വഴികളിലൂടെ നമുക്ക് പോകാം. അൺഇനീഷ്യേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇതൊന്നും ശരിക്കും ഫുൾ എനിക്ക് മനസ്സിലായില്ല, ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യുക എന്നൊക്കെ തോന്നും മനസ്സിന്റെ ഉള്ളിലെ കളിക്കുന്നവർക്ക് ചെയ്യാവുന്ന ഒരു സംഗതി. അവരുടെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അത് റിവേഴ്സ് പ്രോസസ്സാണ്. കൺട്രോൾ ഓഫ് സെൻസ് സ്ട്രെങ്തൻസ് ദ മൈൻഡ്. റെസ്ട്രെയിൻഡ് ഉണ്ടാക്കിയെടുക്കണം, കൺട്രോൾ. അപ്പൊ അത് പിടിച്ചു നിർത്തിക്കൊണ്ട് കൺട്രോൾ ഓഫ് ദ സെൻസ്. അപ്പോൾ അതിൽ നമുക്ക് എന്താണെന്നുള്ള വിവരമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇത് ചെയ്യണം എന്ന് തോന്നിയത് കാരണം ഞാൻ എന്റെ സെൻസസിനെ കൺട്രോൾ ചെയ്യുന്നു. അതായത് പുറമേയുള്ള അട്രാക്ഷൻസിനെയൊക്കെ കട്ട് ചെയ്ത് സപ്രഷനാണ്, ഒരുതരം സപ്രഷനായിട്ട് മാറുന്നു ആയിരിക്കാം. എന്നാൽ പോലും അതാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ചില അതായത് നമ്മൾ റിച്വലിസ്റ്റിക് സെൻസിൽ നമ്മളുടെ റിലിജിയനിലൊക്കെ പല വിധത്തിൽ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് പല പ്രാക്ടീസസിനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് ഇപ്പൊ എന്താ പറയുക, ഉപവസിക്കുക, ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, മിണ്ടാണ്ടിരിക്കുക എന്നൊക്കെ പറയുന്ന സംഗതികളിലേക്ക് മനുഷ്യരെ കൊണ്ട് ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ അതാണോ ശരിയായിട്ടുള്ള വഴി എന്നല്ല, അത് ശരിയായിട്ടുള്ള വഴി എന്നല്ല പറയണം, പക്ഷെ അത് ചില ഉപാസനകളാണ് നമ്മളെ തന്നെ സെൻസസിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മള് നല്ല ഈ വേണ്ടാത്ത കാര്യങ്ങൾ കാണാൻ പോവുകയാണ്. അതായത് എനിക്കൊരു അഡിക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, ഇങ്ങനെ കുറെ സീരിയലുകൾ കണ്ടുകൊണ്ടിരിക്കും എന്നുള്ള ഒരു അഡിക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഒരു വഴിയില്ല, നമുക്ക് ബുദ്ധി ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, കണ്ണ് കെട്ടി നടക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് സെൻസസിനെ കൺട്രോൾ ചെയ്യുക, കണ്ണ് കെട്ടുക. ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ണും കെട്ടി നടക്കുക. അപ്പൊ എനിക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ കുറെ ദിവസം, 3-4 ദിവസം കഴിയുമ്പോൾ എനിക്ക്, അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് കണ്ണ് കെട്ടി നടന്നു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ നേരത്ത് മാത്രം മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങും, രാവിലെ എണീറ്റ കണ്ണ് കെട്ടി വെക്കും എന്ന് വിചാരിക്കാം. അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്ത് വെക്കും ദിവസം, അപ്പൊ എനിക്ക് TV ഓൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ചില സ്റ്റെപ്പുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ 10-15 ദിവസം കഴിയുമ്പോൾ പിന്നെ എനിക്ക് സീരിയൽ കാണുന്ന വലിയ തോന്നലൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും വേണമെന്ന് വെച്ചാൽ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിന് ഒരു ക്ലാരിറ്റി വന്നു. ഇത് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിയുമ്പോൾ അപ്പൊ അത് ആ മനസ്സിന് ഒരു കാലിമിറ്റി അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അത് നാച്ചുറലി ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും 1 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ബുദ്ധി ഉദിക്കും. ഇതിന്റെ ഗുണം എന്തൊക്കെയാണെന്ന് ഞാൻ അനുഭവിക്കാൻ തുടങ്ങും. അപ്പൊ ബുദ്ധിയും ഉദിക്കും. പിന്നീട് എനിക്ക് 1 മാസം 2 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്റെ ബുദ്ധി എനിക്ക് വേറൊരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും എനിക്ക്. കാരണം എന്റെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും ഞാൻ ഇത് നല്ലതല്ല, അത് നമുക്ക് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആ റിവേഴ്സ് പ്രോസസ്സിൽ ആ സ്റ്റേറ്റിലെത്തും. അതാണ് സാധാരണക്കാർക്ക് വേണ്ടത്, ചെയ്യാവുന്ന സംഗതി. അവസാനം പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ ഉദിക്കണം എന്നുള്ളതാണ് ഈ പറയണത്. ഇനി ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കോ ഇത് ജ്ഞാനം മനസ്സിലാക്കി ഇത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ആ ബുദ്ധി സ്ഥിരതയോട് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ചു കൊണ്ടിട്ടുള്ള കൺട്രോൾ എങ്ങനെ വരുന്നു? യൂസ് ദ ഇന്റലക്ട് ടു സബ്ലിമേറ്റ് ദ ക്രേവിങ്സ്. ബുദ്ധി ഉപയോഗിച്ച് ക്രേവിങ്സിനെ സബ്ലിമേറ്റ് ചെയ്യുക, എന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ. എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞാണെങ്കിൽ അതല്ല, ഇങ്ങനെ സമയം കളയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഇന്നത് ചെയ്യരുത് എന്ന് എൻ്റെ ബുദ്ധി പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യും. ആൻഡ് ദ സെൻസസ് വിൽ ബി ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ്. ഈസ് ദ നാച്ചുറൽ പ്രോസസ്. അല്ലെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ അത് പലർക്കും 90% ആൾക്കാർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് ഫോർ ദ ഇനീഷ്യേറ്റഡ് കൺട്രോൾ ഓഫ് ദ സെൻസസ്, കൺട്രോൾ ഓഫ് ദ മൈൻഡ് ആൻഡ് ദെൻ കൺട്രോൾ ഓഫ് ദ ഇന്റലക്ട് വിൽ ഓട്ടോമാറ്റിക്കലി കം എന്ന് പറയുന്നത്. ഇത് ഈ 2 വഴികളിലൂടെ ചെയ്യാമെന്ന് പറയുന്നു. അപ്പൊ
ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്കുണ്ടാവുന്ന വെളിച്ചം എന്താണ്? അതായത് സെൽഫ് ഈസ് ജസ്റ്റ് ദ എൻലിവനർ. സെൽഫാണ് എന്നെ പ്രകാശിപ്പിക്കുന്നത്. എന്റെ മനസ്സോ ബുദ്ധിയും ശരീരവും ഒന്നുമല്ല ഞാൻ. അതിനെ പ്രകാശിപ്പിക്കുന്ന ശക്തിയാണ് ഞാൻ. എന്റെ മനസ്സിനെയും ബുദ്ധിയെയും ശക്തിയെയും പ്രകാശിപ്പിക്കുന്ന ശക്തിയാണ് ഞാൻ എന്നുള്ള ബോധം എനിക്ക് അപ്പം ഉണ്ടാവുകയാണ്. പിന്നീട് എനിക്ക് ആ ജ്ഞാനത്തിൽ ഉദിച്ച് ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ഐ ആം ഇനീഷ്യേറ്റഡ്. പിന്നെ എവറിഥിങ്, വാട്ട് എവർ നെഗറ്റീവ് തിങ്സ്, വാട്ട് എവർ ബാഡ് തിങ്സ്, എന്താ പറയുക, ലിമിറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ, അങ്ങനെയുള്ള ഇല്ലേ, അങ്ങനത്തെ പരിമിതമായിട്ടുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ ഞാൻ പറയാം എന്റെ മനസ്സിന്റെ പരിമിതിയാണത്, എന്റെ പരിമിതി അല്ല എന്നുള്ള ബോധം എനിക്കുണ്ടെങ്കിൽ ഞാൻ ആ മനസ്സിന്റെ പരിമിതി കടന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഇസ് ഹാപ്പനിങ്. അതാണ് ആ ബുദ്ധിയുടെ വെളിച്ചം നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ നോളജ്, ജ്ഞാനം, ടെമ്പറമെന്റ്, മനസ്സിന്റെ സ്ഥിതി ആൻഡ് സ്ട്രെങ്ത്, ഫിസിക്കൽ സ്ട്രെങ്ത് എല്ലാം നമുക്ക് നമ്മളുടെ പരിമിതിയിൽ നിന്ന് പുറമേക്ക് എടുത്തു ചാടാനായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. എന്ന് മാത്രമല്ല, ഇത് മാത്രമല്ല സംഭവിക്കുന്നത്, വേറൊരു സംഗതിയാണ് സംഭവിക്കുന്നത്. അതായത് എന്റെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക് മാറും. അതോട് ഈ ഒരു ഞാൻ എനിക്ക് വന്നു കഴിഞ്ഞാൽ മൈ ഔട്ട്ലുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ചസ്. വാട്ട് ഈസ് ദാറ്റ് റിസൾട്ട് ഓഫ് ദാറ്റ് വിഷൻ? അങ്ങനത്തെ ഒരു വിഷൻ, ആ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇൻ ഒറ്റ ഒരു ഫ്രേസിൽ പറഞ്ഞാൽ വിഷൻ ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അതായത് ഈ പ്രപഞ്ചം മുഴുവൻ കാണുന്ന പല സകല ജീവനും ജീവനില്ലാത്തതുമായിട്ടുള്ള ചരാചരങ്ങളൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ്. ഒരേ ശക്തി തന്നെ പലതിലൂടെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് പലതായിട്ട് കാണുന്നു എന്നുള്ള ബോധം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി happens to our mind ultimately. അങ്ങനെ if we can practice this regularly in every thought, word and deed, then slowly we will reach that state of vision which is unity in diversity. ഇതിന് ഇതാണ് അഞ്ചാമത്തെ അധ്യായത്തിന്റെ സമ്മറി. അതിന്റെ അവസാനം പറയാണ് വാട്ട് സ്റ്റാൻഡ്സ് ഇൻ ദ വേ. എന്താണ്? പക്ഷെ ഇതൊക്കെ ശരി, ഇതെല്ലാം എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായി. പക്ഷെ എന്താണ് ഇത് തടസ്സം നിൽക്കുന്നത്? എന്താണ്? എന്റെ മനസ്സിന്റെ ക്വാളിറ്റീസ്. എന്താണത്? ക്വാളിറ്റീസ് ഓഫ് സെൽഫിഷ് ഡിസയർ ആൻഡ് ആങ്കർ. ആ സെൽഫിഷ് ഡിസയർ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന റിയാക്ഷനാണ് ദേഷ്യം എന്ന് പറയുന്നത്. ഈ സെൽഫിഷ് ഡിസയർ ആൻഡ് ആങ്കർ ആർ ദ 2 worst enemies that stand in the way of people getting transformed into the vision of unity in diversity. അപ്പൊ അതിനാവശ്യം എന്താ? ഈ ആങ്കർ ആൻഡ് സെൽഫിഷ് ഡിസയർ, ആങ്കർ ഇല്ലാണ്ടിരിക്കാനായിട്ട് എന്താ ആവശ്യം? റിനൗൺസിയേഷൻ, കർമ്മസന്യാസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ട് ഈസ് റിനൗൺസിയേഷൻ എന്നുള്ള ആ സ്റ്റേറ്റ്, റിനൗൺസിയേഷൻ ആണ് ആവശ്യം എന്നാണ് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ലാസ്റ്റ് ഫൈനലി the statement is, okay, how can you give up selfish desire and anger? Selfish desire and anger can be given up only through the process of renunciation, which we discussed previously. എന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ്. സോ ഇതാണ് സമ്മറി. അഞ്ചാമത്തെ അധ്യായത്തിൽ ഇത്രയാണ് കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് ഒന്നുകൂടി കുറച്ചും ഡീറ്റെയിൽ ഇട്ടൊന്ന് we will go through that. ഓക്കെ, അപ്പൊ ആദ്യത്തെ 3-4 ശ്ലോകങ്ങളിൽ പറയുന്നതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞിരുന്നത് ഇതാണ് ആക്ഷൻ, കർമ്മങ്ങൾ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് സാധാരണ അറ്റാച്ച്ഡ് ആയിരിക്കും. അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്തിന്? സെൽഫിഷ്, എന്റെ ആവശ്യങ്ങൾ, എന്റെ സുഖങ്ങൾ, എന്റെ ആൾക്കാര് എന്ന് പറയുന്ന ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാവും. സെൽഫിഷ്നെസ്, ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ സെൽഫിഷ്നെസ്. മോസ്റ്റ് ഓഫ് us are 99% of the people are or maybe even 100%. all of us are like that. അറ്റാച്ച്മെന്റ് ആണ് ഇത്. പക്ഷെ എനിക്ക് ഈ ഒരു എന്താ പറയാ, എന്നെ തന്നെ ഉദ്ധരിച്ചെടുക്കണമെന്നുള്ള ഒരു ഉൾവിളി ഉണ്ടെങ്കിൽ we will start reducing our selfishness. സെൽഫിഷ്നെസിന്റെ കണ്ടന്റ് കുറച്ച് കൊണ്ടുവരാം. ഫസ്റ്റ് സ്റ്റെപ്പ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ലോകം മുഴുവൻ നന്നാവണം എന്ന് പറഞ്ഞിട്ട് ആദ്യം മുതൽ പ്രവർത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ മേ ബി വി വിൽ സ്റ്റാർട്ട് ഫ്രം എ സ്മോളർ, എന്റെ ഫാമിലി ആയിരിക്കാം മേ ബി. അതിൽ നിന്ന് പിന്നെ വലുതായി എന്റെ ലാർജർ ഫാമിലി, എന്റെ സൊസൈറ്റി, എന്റെ നേഷൻ എന്നൊക്കെ പറയുന്ന വിധത്തിലേക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് അതായത് ഒരാളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ആദ്യം അത് ചെയ്യാം. അത് കഴിഞ്ഞ് 2 ആളെയാക്കുക, 10 ആളെയാക്കുക, 100 ആളെയാക്കുക, അങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് ഗുണം ചെയ്യുന്ന വിധത്തില് ഞാൻ പ്രവർത്തനങ്ങളെ മാറ്റി, എന്റെ മനസ്സിന്റെ ചിന്തകളും ബുദ്ധിയുടെ ഐഡിയാസും മനസ്സിന്റെ ചിന്തകളും മാറ്റിയെടുത്ത് എന്റെ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ സെൽഫിഷ്നെസ് കുറഞ്ഞു വരുന്നു എന്നർത്ഥം. അങ്ങനെ ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരാം. വേറെ ഒന്നിനെ പറ്റി ആലോചിക്കണ്ട. ഇത് ജസ്റ്റ് ഡു ദാറ്റ്. അങ്ങനെ റിഡക്ഷൻ ഓഫ് സെൽഫിഷ്നെസ്
leads to detachment. Slowly leads to detachment എന്നാണ് പറയുക ഫസ്റ്റ് സ്റ്റെപ്പ്. അതല്ലെങ്കിൽ നോളജ് ബേസ്ഡ് റിയലൈസേഷൻ നമ്മൾ 4ാമത്തെ അധ്യായം. ഇത് സെൽഫിഷ്നെസ് കുറച്ച് വരുന്നത് 3ാമത്തെ അധ്യായത്തിന്റെ സ്റ്റെപ്പ്. നോളജ് ബേസ്ഡ് റിയലൈസേഷൻ കുറച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത്, ആ സ്റ്റെപ്പ് എടുക്കുക എന്ന് പറയുന്നത് 4ാമത്തെ അധ്യായം. ഇത് രണ്ടും ഒരേ വഴിയിലാണ് എത്തിച്ചേരുന്നത്. ഡിറ്റാച്ച്മെന്റ്, വേർ യു ആർ റൂട്ടഡ് ഇൻ സെൽഫ്ലെസ്നെസ്. അതാണ് ഫസ്റ്റ് ആദ്യം തന്നെ പറഞ്ഞത്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ് അർജുനന്, therefore ഇതിന്റെ അർത്ഥം എന്താണ്? യാ പശ്യതി സ പശ്യതി. ഇത് കാണുന്ന ഒരാളാണ് ശരിയായിട്ടുള്ള ജ്ഞാനമുള്ള ആള് എന്നാണ് പറയുന്നത്. അതായത് he sees, who sees renunciation and selfless action as the one and the same. രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന ആ ഒരു കാഴ്ച, അതാണ് ശരിയായിട്ടുള്ള കാഴ്ച. അല്ലാണ്ട് സെൽഫ്ലെസ്നെസ് ആണോ വലുത്, നോളജ് ബേസ്ഡ് റിയലൈസേഷൻ ആണോ വലുതെന്ന് എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല എന്നാണ് അർജുനന്റെ അടുത്ത് പറഞ്ഞത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ലീഡ് യു ടു ഡിറ്റാച്ച്മെന്റ്. സോ ദെയർഫോർ both are same. If you understand this, then you don't have to worry. If you do knowledge ഇല്ലെങ്കിൽ സെൽഫ്ലെസ് ആയിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. ദാറ്റ്സ് ഓൾ. ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ നോളജ് ജ്ഞാനം ഉദിക്കാൻ തുടങ്ങിക്കോളും. അപ്പൊ റിയലൈസേഷൻ സ്റ്റേറ്റിലേക്ക് എത്തിക്കോളും എന്നാണ് പറഞ്ഞത്. സോ ദാറ്റ് ഈസ് ക്ലിയർ, റൈറ്റ്? സോ രണ്ടും ഒന്ന് തന്നെയാണ്. ആൻഡ് ദെയർഫോർ ഇനിയിപ്പോ അതിന്റെ ഡീറ്റെയിൽ വൈ ഇത് ഫോർ എക്സാമ്പിൾ നമ്മുടെ മനസ്സിന്റെ സ്ഥിതി സാധാരണ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹോപ്പ് ആൻഡ് ഡെസ്പയർ. ചില സമയത്ത് നമ്മൾ പോസിറ്റീവ് ആയിരിക്കും, ചില സമയത്ത് നമ്മൾ ഡെസ്പയർ ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റിവിറ്റി ആൻഡ് നെഗറ്റിവിറ്റി, ഇത് രണ്ടിന്റെ ഇടയിൽ മനസ്സ് കടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സൊരു പെൻഡുലത്തിനെ മാതിരി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് അവർ പ്രോബ്ലം. ആൻഡ് വി നീഡ് ടു എന്താ ചെയ്യേണ്ടത്? ഇതിനെ, ഈ ഹോപ്പ് ഡെസ്പയറിനെ ഇങ്ങനെ ഡിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇല്ലാണ്ടാക്കുക. ആൻഡ് ബി ഇൻ എ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്നെസ്. അപ്പൊ സബ്ജക്റ്റിവിറ്റി കുറച്ച് കൊണ്ടുവന്ന് ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കാം എന്നാണ് അതിന്റെ അർത്ഥം. സബ്ജക്റ്റിവിറ്റി കുറച്ച് കൊണ്ടുവന്ന് ഒബ്ജക്റ്റീവായിട്ട് നമ്മുടെ മനസ്സിന്, ബുദ്ധിയെ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് അപ്പൊ മനസ്സ് കൺട്രോൾഡ് ആവും. മനസ്സിന് ഇക്വാനിമിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എത്തും, ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് മനസ്സെത്തും. അപ്പൊ ദാറ്റ് ഈസ് ബേസിക്കലി ഒരു ഫണ്ടമെന്റൽ പാറ്റേൺ ഓഫ് സക്സസ്. അതാണ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഇല്ലാണ്ടാക്കുക. അപ്പൊ മനസ്സ് പ്യുവർ ആവും. ആ മനസ്സ് പ്യുവർ ആവുമ്പോൾ സെൽഫ്ലെസ്നെസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തുകയാണ്. ആ സെൽഫ്ലെസ്നെസ് എന്ന് പറയുന്ന മനസ്സിന്റെ പ്യൂരിറ്റി കൊണ്ടുള്ള സെൽഫ്ലെസ്നെസ്. അതായത് ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് പ്രമാണിയാവാൻ വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയൊക്കെ പോകും. ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, അല്ലാണ്ടൊന്നുമല്ല, അയാളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു സെൽഫ്ലെസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്റെ ബുദ്ധിക്ക് സ്ഥിരത വരും. അതാണ് റിനൗൺസിയേഷനിലേക്ക് എത്തിച്ചേർക്കുന്ന ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട്. അപ്പൊ ഇതിന് ജ്ഞാനം ഉദിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സെൽഫ് എന്താണെന്ന് മനസ്സിലാവണം. അപ്പൊ നമ്മൾ ഇനി കുറച്ച് ശ്ലോകങ്ങളിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. അതായത് സെൽഫ് ഈ ആത്മീയ ശക്തി അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തികള് നമ്മളുടെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്ന ആ ശക്തി, അനാത്മീയ ശക്തി എന്ന് വേണമെങ്കിൽ നമ്മൾ വിളിക്കാം. ഇനി നിരീശ്വരവാദിയാണെങ്കിൽ ആത്മീയ ശക്തി എന്ന് വിളിക്കണ്ട, പ്രപഞ്ച ശക്തികൾ എന്ന് വിളിച്ചോളൂ, എന്തായാലും കുഴപ്പമില്ല. ആ പ്രപഞ്ച ശക്തികള് നമ്മളുടെ ഈ ഫിസിക്കൽ ആയിട്ടുള്ള സാധനത്തിനെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ സത്യത്തിൽ എന്താണ് ഉണ്ടാവുന്നത് വെച്ചാൽ ആദ്യം ത്രസിക്കുന്നത് ഒരു സട്ടിൽ മൈൻഡാണ്, വിച്ച് വി ഡോണ്ട് നോ. അതിന്റെ സ്റ്റാറ്റസ് എന്താ, അല്ല അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ അതിനെപ്പറ്റി ഫിലോസഫിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ട്. സട്ടിൽ മൈൻഡ്, അപ്പൊ അത് ആ സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയുന്ന അൺകോൺഷ്യസ് മൈൻഡ് ആദ്യം, ആൻഡ് ദെൻ ഇറ്റ് ബിക്കം സബ് കോൺഷ്യസ് മൈൻഡായി മാറുന്നു. ആ സബ് കോൺഷ്യസ് മൈൻഡ് പിന്നീട് എന്താ പറയാ, പതുക്കെ അതിന് ഒരു വേർതിരിവ് എന്ന് പറയുന്ന ഒരു ബുദ്ധി ഉണ്ടാവുകയാണ്. ദാറ്റ് ഈസ് ബേസിക്കലി ദ റാഷണൽ മൈൻഡ്. ആ റാഷണൽ മൈൻഡിന്റെ ഇനീഷ്യൽ സ്പാർക്ക് എന്ന് പറയുന്നതാണ് ഈഗോ. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്റെ മനസ്സിൽ ഈ ജീവൻ വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈഗോ, അതായത് എന്റെ സെല്ലുകൾക്കൊക്കെ അതിന് ജീവിക്കണം എന്ന് പറയുന്ന, എന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതൊന്നും നമുക്ക് എന്താ പറയാ മനസ്സിൽ ഓർക്കാനോ ഓർമ്മയുള്ളോ സംഗതികളൊന്നും അല്ല. ഇത് അതിന്റെ ഒരു ബേസിക് ലെവലിലുള്ള ഒരു അനാലിസിസ് ആണ്. അതാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ്
ആ ഒരു ഭ്രൂണമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും അതിന് വേണ്ട ഭക്ഷണവും അതിന് വേണ്ടിയിട്ടുള്ള ഓക്സിജനും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വരയുണ്ട്. അതില്ലെങ്കിൽ അതിന് ജീവനില്ല. അപ്പൊ ജീവൻ എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണർഷിപ്പ് ടേക്കിംഗ്, ഈഗോ അതിനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ ജീവൻ എന്ന് പറയുന്നത്. ആദ്യം ഫസ്റ്റ് അതില്ലെങ്കിൽ നമ്മള് ഒന്നും ചെയ്യില്ല. അല്ല, ആ സെല്ലുകൾക്ക് ജീവനില്ല എന്നർത്ഥമാണ്. സെല്ലിന് ജീവൻ ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഓക്സിജനെ വലിച്ചെടുക്കാനും ഭക്ഷണത്തിന്റെ ന്യൂട്രിയൻസിനെ അമ്മയുടെ മറ്റേ അകത്ത് ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് ഭ്രൂണമായിരിക്കുന്ന ഞാൻ ഇതെല്ലാം അങ്ങോട്ട് ആസ്വദിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? എനിക്ക് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട്. ആ ആഗ്രഹത്തിനെയാണ് ഈഗോ എന്ന് പറയുന്നത്. അതൊക്കെ ഫണ്ടമെന്റൽ ഈഗോസ് ആണ്. ആ ഈഗോ അത് പിന്നെ വികസിച്ചു വരും. അതായത് നമ്മുടെ ഈ പറയുന്ന ശരീരം സെൻസസ് ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ പല വിധത്തിലുള്ള അനുഭവങ്ങളും അനുഭവിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് കിക്കിങ്ങും അങ്ങനെ അനക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ അനുഭവങ്ങൾ അപ്പൊ അതിന്റെ മറ്റേ സുഖങ്ങളും അസുഖങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ വരാൻ തുടങ്ങുകയാണ്. ആ ഈഗോ ഉണ്ടാക്കിയെടുക്കുകയാണ് അത് ചെയ്യുന്നത്. റാഷണൽ മൈൻഡ് ഡെവലപ്പ് ചെയ്ത് വരുന്നു. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ റാഷണൽ മൈൻഡ് ഡെവലപ്മെന്റ് ആണ് പിന്നീട് അങ്ങോട്ട്. ഈഗോ ബേസ്ഡ് ആയിട്ടുള്ള റാഷണൽ മൈൻഡ് ഡെവലപ്പ് ചെയ്ത് ജഡ്ജ്മെന്റ്സ്, ഇൻഫറൻസസ്, അങ്ങനെ പല കാര്യങ്ങളിലേക്കും അത് കിടക്കുന്നു. അതിന് മുമ്പ് ഈ സട്ടിൽ മൈൻഡിലാണ് വാസനകള്. പിന്നെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ആനന്ദമയമാണത് സട്ടിൽ മൈൻഡ്. ഈ ആനന്ദമയം എന്ന് പറയുന്നത് ഈഗോ കലർന്നു കഴിയുമ്പോൾ, അടുത്ത സ്റ്റേറ്റിലുള്ള ഈഗോവുമായി ചേർന്ന് വരുമ്പോൾ അവിടെയാണ് പ്രിയാമോദം പ്രമോദമായി മാറുന്നത്. അതായത് ഇൻ ആന്റിസിപ്പേഷൻ ഓഫ് സർട്ടൻ തിങ്സ് ഐ ഫീൽ ഹാപ്പിനെസ്. ഇൻ ആക്ച്വലി ഒബ്റ്റൈനിങ് ദാറ്റ് ആന്റിസിപ്പേറ്റഡ് ഒബ്ജക്ട് ഐ ഫീൽ ഹാപ്പി. ആൻഡ് ആഫ്റ്റർ ഒബ്റ്റൈനിങ് ഇറ്റ് ഐ സ്റ്റാർട്ട് എൻജോയിങ് ഇറ്റ്. അതിൻ്റെ ഒരു ആനന്ദം. ഇത് പല വിധത്തിലുള്ള ആനന്ദങ്ങളായി മാറുന്ന ആ ആനന്ദത്തിന്റെ സീഡ് സട്ടിൽ മൈൻഡിലുണ്ട്. അത് ഈഗോ ആയിട്ട് ചേർന്നിട്ടാണ് പിന്നീട് നമ്മുടെ ഈഗോവിന്റെ പ്രവർത്തനങ്ങൾ, ഇന്റലക്റ്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ജഡ്ജ്മെന്റ്, ഇൻഫറൻസസ്, സെൻസ് പെർസെപ്ഷൻ. സെൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള സംഗതികളെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അത് ഡിസിഷൻസ് എടുക്കുന്ന ഒരു അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ, മറ്റേ സെൻസ് ഓർഗൻസ് അല്ല, ഇന്ദ്രിയങ്ങളല്ല, ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന സംഗതികളെ എടുത്ത് ജ്ഞാനമുണ്ടാക്കുന്ന സാധനം, ദാറ്റ് ഈസ് ബേസിക്കലി ജ്ഞാനേന്ദ്രിയ. അപ്പൊ സെൻസ് പെർസെപ്ഷൻ, ഇതൊക്കെ റാഷണൽ മൈൻഡിന്റെ ഫങ്ഷൻസ് ആണ്. ആൻഡ് ദെൻ ദ ഇമോഷണൽ മൈൻഡ്, പിന്നെ മനസ്സ്. അതായത് പിന്നീട് സെൻസസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ ബ്രെയിനിന്റെ മറ്റുള്ള പോർഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ലിംബിക് സിസ്റ്റം, ഇന്നർ ബ്രെയിൻ, ലിംബിക് സിസ്റ്റം, അതൊക്കെ ഹിപ്പോകാമ്പസ് എന്നൊക്കെ പറയുന്ന ഏരിയാസിൽ ഉള്ള പ്രവർത്തനങ്ങളാണ്. വറി, ഇൻഡിസിഷൻ, പാഷൻ ആൻഡ് സെൻസസിന്റെ ഇമ്പയർമെന്റ് കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കിടക്കണ്ട. പിന്നെ ഓർമ്മശക്തി, ലോസ് ഓഫ് മെമ്മറി, ഓർമ്മയില്ലായ്മ, ഇതൊക്കെ ഇമോഷണൽ മൈൻഡിൻ്റെതായിട്ടുള്ള സംഗതികളാണ്. ആൻഡ് ദ ഫിസിയോളജി. ആൻഡ് ഇത് ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം പ്രവർത്തനങ്ങള് നമ്മളെ സഹായിക്കുന്നതായിട്ടുള്ള നമ്മളുടെ പൾസിങ് ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് ബ്രീത്തിങ് കൊണ്ടുണ്ടാകുന്ന ഓക്സിജൻ എടുത്തിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്തിക്കുന്നതും, ഭക്ഷണം കഴിക്കുമ്പോൾ ന്യൂട്രിയൻസ് അത് ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഫലങ്ങളെ മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ടുള്ള ബ്ലഡ് ഫ്ലോ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഈ എല്ലാം അതിന്റെ റിസൾട്ടുകളാണ്, ഫിസിയോളജിയുടെ റിസൾട്ട്സ് ആണ് ഹങ്കർ, തേഴ്സ്റ്റ്, ടയർഡ്നെസ്, പിന്നെ നമുക്ക് സംസാരിക്കാനും നടക്കാനും ഒക്കെ ആയിട്ടുള്ള കഴിവുകൾ, മോഷൻ, അതൊക്കെ വരുന്നത്. സോമറ്റോ സെൻസറി actions are all because of the physiology. And ultimately it's also എന്താ പറയുക, നമ്മുടെ പുറമേയുള്ള ഫിസിക്കലായിട്ട് കാണുന്ന സാധനങ്ങൾ. അപ്പൊ അതിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഹൈറ്റ്, വെയിറ്റ്, ജെൻഡർ, കളർ, എക്സെട്ര എന്ന് പറയുന്ന സംഗതികളൊക്കെ. ഇതൊക്കെയാണ് ഇങ്ങനെയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ചിന്തകൾ തന്നെ പല വിധത്തിലാണ്. ചിന്തകള്, ഉറങ്ങിക്കിടക്കുന്ന ചിന്തകൾ, വാസനകൾ. പിന്നെ നമുക്ക് ഡിസിഷൻ എടുക്കുന്ന ചിന്തകൾ, the thoughts that are in the mode of decision making is intellect. Thoughts that are in the mode of emotional reactions, mind, ആയിട്ട് വരുന്നു. ആൻഡ് ഫിസിയോളജി ഫിസിക്കൽ ആയിട്ട്, ഫിസിയോളജിയും സെൻസസും ഇതൊക്കെ ഫിസിക്കലാണ്. അവസാനത്തെ 2 സ്റ്റെപ്പ് ഫിസിക്കൽ. ഇത് മുഴുവനും സട്ടിലായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളുടെ വാസനകള്, ഇന്റലക്ട് ആൻഡ് ഇമോഷണൽ മൈൻഡ്, ഇമോഷൻസ്. അപ്പൊ ഇതിനെ നമ്മളെ ഇന്റലക്ട് ആൻഡ് മൈൻഡ് എന്ന് വിളിക്കുന്നത് ഇതിനെയാണ്. ഇന്റലക്ട്, മൈൻഡ്, ഇതിനെ നമ്മള്
വാസനകൾ എന്നുള്ള ഇതിലാണ് പറയുന്നത്. വാസനകള് ബുദ്ധി, മനസ്സ്, പിന്നെ ശരീരത്തിന്റെ ആസ്പെക്ട്സ് ആണ് ഫിസിയോളജി, സെൻസസ് ആൻഡ് ബോഡി. അപ്പൊ ഇത് ഇങ്ങനെ ഇതിൽ കൂടി ഈ സെൽഫ് ഇങ്ങനെ ഇതിനെയൊക്കെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് നമ്മളുടെ ആക്ഷൻസ്, കർമ്മേന്ദ്രിയങ്ങളിലൂടെ, അപ്പൊ സെൻസസിൽ ഇന്ദ്രിയങ്ങളിലൂടെ പുറമേയുള്ള ലോകവുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചിട്ട് നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ നമ്മളത് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ബേസിക്കലി ആർട്ട്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഈഗോയിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ഈഗോ കൺട്രോൾ എടുക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ എടുത്തിട്ട് ഈ മനസ്സും ബുദ്ധിയും ഒക്കെ ഞാൻ തന്നെയാണ്, അതാണ് ഞാൻ എന്നുള്ള ബോധം എനിക്ക് ഉണ്ടാക്കി തരും. അപ്പൊ ഡൂവർഷിപ്പ് ആൻഡ് എൻജോയർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. അതായത് കർത്തൃത്വ ഭോക്തൃത്വ ഭാവം ഉണ്ടാക്കുന്നത്. ഞാനാണ് കർത്താവ്, ഞാനാണ് ഭോക്താവ് എന്ന് പറയുന്ന ഒരു ബോധം. അതായത് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നു, എൻ്റെ മനസ്സും ബുദ്ധിയും കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് മനസ്സും ബുദ്ധിയും അതിന്റെ സുഖങ്ങൾ അനുഭവിക്കുന്നു. സോ ഐ ആം ദ ഡൂവർ, മൈ മൈൻഡ് ആൻഡ് ഇന്റലക്ട് ഈസ് മീ ആൻഡ് ഐ ആം ദ ഡൂവർ, മൈ മൈൻഡ് ആൻഡ് ഇന്റലക്ട് ഈസ് മീ ആൻഡ് ഐ ആം ദ therefore I am the doer എന്ന് പറയുമ്പോൾ എന്റെ മനസ്സും ബുദ്ധിയാണ് ഡൂവർ എന്നുള്ളതാണ് ശരിക്കും പറയുന്നതെങ്കിൽ ഞാൻ അതിനെപ്പറ്റി മറന്നു പോകുന്നു. ആ മനസ്സും ബുദ്ധിയാണ്, അതിന് പകരം ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ബോധത്തിലേക്ക് എത്തിച്ചേരും. ആൻഡ് ഇത് എന്റെ സുഖമാണ് എന്ന് പറയുന്നു. അപ്പൊ എന്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും സുഖം എന്റെ സുഖമാണെന്ന് പറയുന്നു. സത്യത്തിൽ അത് എന്റെ സുഖമായിരുന്നുവെങ്കിൽ എന്റെ സുഖം മറ്റുള്ളവരുടെയും സുഖമായി മാറിയനെ. കാരണം എല്ലാവരും ഒന്ന് തന്നെയാണെന്നുള്ള വിഷയമാണ് അൾട്ടിമേറ്റ്ലി ദാറ്റ് ഇസ് ട്രൂ. അപ്പൊ ആ അൾട്ടിമേറ്റ് ട്രൂത്ത് ശരിയാണെങ്കിൽ, എന്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും ശരീരങ്ങൾ സുഖമാണെങ്കിൽ, എനിക്ക് സുഖം തരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സുഖം തരണം. അത് തരുന്നില്ല അല്ലെ? എന്റെ സുഖങ്ങൾ മറ്റുള്ളവരുടെ സുഖമായിക്കൊള്ളുന്നില്ലല്ലോ. അതാണ് നമ്മൾ കാണുന്നത്. ദാറ്റ് മീൻസ് ദർ ഇസ് സംതിങ് റോങ്. കാരണം ഞാൻ എല്ലാം ഒന്ന് തന്നെയാണെങ്കിൽ അത് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാവും അല്ലെ? മനസ്സും ബുദ്ധിയും എനിക്ക് തരുന്ന സുഖം എല്ലാവരുടെയും സുഖം അല്ലാത്ത സ്ഥിതിക്ക് ഞാൻ പറയുന്നത് അങ്ങനെ വിചാരിച്ച തെറ്റല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ആ ഒരു എന്റെ കർത്തൃത്വ ഭോക്തൃത്വ ഭാവത്തിലേക്ക് എന്നെ എത്തിച്ചേർക്കുന്ന ഈഗോ, ഈ ഇന്റലക്റ്റിന്റെ ഒരു റിസൾട്ടാണ്. ഇന്റലക്റ്റാണ്, എന്റെ ബുദ്ധിയാണ് എന്നെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. ഞാനല്ല, എന്റെ ബുദ്ധി ഡൂവർഷിപ്പ് എന്റെ വേണ്ട. ഈ ഒരു എന്റെ ബുദ്ധി എന്നെ, ഞാനെന്ന് പറയുന്ന ആ സത്യത്തിനെ എന്റെ ശരീരവും മനസ്സും ബുദ്ധിയും ആയിട്ട് കൂട്ടി യോജിപ്പിച്ച് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് അറ്റാച്ച്ഡ് ആക്ഷൻസ്. അപ്പൊ എന്റെ വാസനകള് മുഴുവനും ഈ പറയുന്ന എന്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും ശരീരത്തിന്റെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്നെ അതിന്റെ സന്തോഷിപ്പിക്കാനുള്ള കർത്താവും അത് ആ സന്തോഷങ്ങൾ അനുഭവിക്കുന്ന ഭോക്താവുമാക്കി മാറ്റുന്നു. ഡൂവർഷിപ്പ് ആൻഡ് എൻജോയർഷിപ്പ്. ഈ വാസനകളിലൂടെ, എന്റെ വാസനകളുടെ ഫലം അത് എന്നിലൂടെ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് എന്നെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചിട്ട് ഐ ബിക്കം ദ ഡൂവർ ആൻഡ് എൻജോയർ ഓഫ് ഓൾ മൈ ഫിസിക്കൽ ആക്ഷൻസ് ഇൻ ദി ഔട്ട്സൈഡ് വേൾഡ് എന്ന് പറയുന്ന ആ അറ്റാച്ച്ഡ് ആക്ഷനിൽ എന്റെ സെൻസസിൽ നിന്ന് ഞാൻ എടുക്കുന്ന സംഗതികളെ ഞാൻ ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു. That is what is called as attached actions. അപ്പൊ എന്താ പറ്റുക? ഈ അറ്റാച്ച്ഡ് ആക്ഷൻസിൽ എന്താ സംഭവിക്കുന്നത്? അപ്പൊ നമ്മൾ ഐ ആം റണ്ണിങ് ആഫ്റ്റർ ദ പ്ലഷേഴ്സ് ഓഫ് മൈ ഇന്റലക്ട്, മൈൻഡ്, ഫിസിയോളജി, സെൻസസ് ആൻഡ് ദ ബോഡി. ഇതിന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ബുദ്ധി, എന്റെ മനസ്സ്, എന്റെ ഫിസിയോളജി, എന്റെ സുഖങ്ങൾക്ക് കംപ്ലീറ്റ് സെൻസസ് ആൻഡ് ദ ബോഡി എന്ന് പറയുന്ന ആ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്നു. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് അറ്റാച്ച്ഡ് ആക്ഷൻ. ഈ അറ്റാച്ച്ഡ് ആക്ഷൻ, ഡിറ്റാച്ച്ഡ് ആക്ഷൻ നമ്മൾ 4ാമത്തെ അധ്യായത്തിലും കണ്ടിരുന്നു. അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വർണ്ണനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ശ്ലോകത്തിൽ, 2 ശ്ലോകത്തിലാണ് അതിന്റെ സമ്മറൈസ് ചെയ്തിരിക്കുന്നത്. 8ാമത്തെ 9ാമത്തെ ശ്ലോകത്തിൽ 5ാമത്തെ അധ്യായത്തിൽ. ആൻഡ് ദെൻ അതിന്റെ റിസൾട്ടിനെ പറ്റിയിട്ടാണ് പിന്നെ പറയുന്നത്. അപ്പോ ഇങ്ങനെ എന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് എന്നെ എത്തിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ പറ്റുക? ഇന്റലക്റ്റിന്റെ എന്താണ്? ജ്ഞാനങ്ങള്, എന്റെ നോളജ്, റിഫ്ലക്ഷൻസ്, അനാലിസിസ്, ജഡ്ജ്മെന്റ്സ് ആൻഡ് പെർസെപ്ഷൻസ്. ഇന്റലക്റ്റിന്റെ പ്രവർത്തനങ്ങൾ, അതായത് ദ പവർ ഓഫ് നോളജ്, ദ പവർ ഓഫ് റിഫ്ലക്ഷൻസ്, അനാലിറ്റിക്കലി തിങ്കിങ് അബൌട്ട് ഇറ്റ് ആൻഡ് മേക്കിംഗ് ജഡ്ജ്മെന്റ്സ് ആൻഡ് പെർസെപ്ഷൻസ്. അതായത് പുറമേ കാണുന്ന സംഗതികൾ ഇന്നതാണ് എന്നൊക്കെ ഉള്ള ഒരു ബോധത്തോടുകൂടി എന്നെ പ്രവർത്തിപ്പിക്കുന്ന എന്റെ ഇന്റലക്റ്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇറ്റ് ഈസ് ഓൾ ഗിയർഡ്. മൈ നോളജ്, റിഫ്ലക്ഷൻസ്, അനാലിസിസ്, ജഡ്ജ്മെന്റ് ആൻഡ് പെർസെപ്ഷൻസ് ആർ ഓൾ ഗിയർഡ് ടുവേർഡ്സ് satisfying the pleasures of the intellect, mind, physiology and senses and the body. That is bound action. Apo ende emotions, doubts, feelings, memories all will be pertaining to
the pleasures of the intellect, mind, physiology and the body. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ഞാൻ എങ്ങനെയാണ്, എനിക്ക് എന്താ എപ്പോഴും ദുഃഖം വരുന്നത്, സന്തോഷം, അങ്ങനെയുള്ള ആ ഒരു എന്താ പറയാ, doubts, feelings, memories, etc. are tuned towards the satisfaction of the pleasures of my BMI. And therefore, I use all my vigor, energy, speech, capabilities, etc. towards the satisfaction of these happinesses. ആ സ്റ്റേറ്റിലെ ഫിസിയോളജി ഞാൻ അതിനു വേണ്ടി ട്യൂൺ ചെയ്യുന്നു. ആൻഡ് മൈ സ്ട്രെങ്ത്, സ്കിൽസ്, ഹെൽത്ത് എക്സെട്ര യൂസ്ഡ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് മൈസെൽഫ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്നു. നമ്മൾ എന്റെ ആവശ്യങ്ങൾ ചെയ്യുന്നു. ദിസ് ഈസ് വാട്ട് അറ്റാച്ച്ഡ് ആക്ഷൻ ഈസ് ഓൾ അബൌട്ട്. അങ്ങനെയാണ് എന്റെ സെൽഫ് എന്നിലൂടെ പ്രവർത്തിപ്പിച്ച് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോ who am I? I am this, but I forget that fact because of ego, and the ego drives my intellect, mind, physiology and the senses and the body for acting in this manner. അതാണ് അറ്റാച്ച്ഡ് ആക്ഷൻസ്. ഇനി അതിന് പകരം ഗീത പറയുന്നു ജോയ്സ് ഓഫ് ദ സെൽഫിൽ ഊന്നു. അതായത് ഡയറക്റ്റ് യുവർ ആന്റിസിപ്പേഷൻ, അറ്റൈൻമെന്റ് ആൻഡ് എൻജോയ്മെന്റ് towards the happiness of the self, joys of the self. ഈ ആത്മതത്വ നിർവൃതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളെ കാത്തിരിക്കുക, അത് കിട്ടുമ്പോൾ സന്തോഷിപ്പിക്കുക, അത് അനുഭവിക്കുക സന്തോഷത്തോടുകൂടി. അതിനു വേണ്ടിയിട്ട് മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ then what is happening is the ego will be subdued, reduced, and your pleasure seeking will always be directed to self, not my personal interest, but through the power of intellect, wisdom, discrimination and dispassion. ഈ ജഡ്ജ്മെന്റും റിഫ്ലക്ഷൻസും ഒക്കെ will be directed by wisdom, discrimination and dispassion. And therefore the mind is going to be balanced. Slowly mind ഇങ്ങനെ സട്ടിലായി വരാൻ തുടങ്ങും. ഇക്വാനിമിറ്റി, മോഡറേഷൻ, ബാലൻസ് എന്ന് പറയുന്ന ഒരു സന്തുലിതാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ വരുമ്പോൾ the rest of it, the energy, vigor, speech, all those things work as it is, but more powerful. അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ദാറ്റ് ഇസ് ഡിറ്റാച്ച്ഡ് ആക്ഷൻ. ഇതാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. സോ completely always forcing myself into this fact, to this path, and ultimately we all getting tracked into that. അതായത് ആ ഒരു ഗ്രൂവിന്റെ ഉള്ളിൽ വീണ് എപ്പോഴും അങ്ങനത്തെ ഒരു പ്രവർത്തനത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന ഈഗോയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് അതിനെയാണ് റിനൗൺസിയേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് റിനൗൺസിയേഷൻ. അപ്പൊ ഇത് നമ്മൾക്ക് ഈ ഒരു പ്രവർത്തന ശൈലി, ആത്മതത്വം നമ്മളുടെ ഉള്ളിൽ കൂടെ പ്രവർത്തിപ്പിക്കുന്നതിന്റെ രീതി, ഇത് നമുക്ക് ശരിയായിട്ട് ബോധം വന്നു കഴിഞ്ഞാൽ, ബോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചിന്തകളെയും എൻ്റെ പ്രവർത്തനങ്ങളെയും എനിക്ക് ട്യൂൺ ചെയ്ത് ആത്മതത്വത്തിന്റെ ആത്മനിർവൃതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാത്രം എത്തിച്ചേർക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ജ്ഞാനമാണ് ഈ പറയുന്ന ശ്ലോകങ്ങളിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് ബേസിക്കലി വാട്ട് വി നീഡ് ടു റിഫ്ലക്ട് ഹൗ ദിസ് ഹാപ്പൻസ് വിത്തിൻ മീ. ദാറ്റ് പ്രോസസ് ഈസ് ബേസിക്കലി the process of renunciation, and the result is renunciation. Renunciation എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? ഇതെല്ലാം പ്രവർത്തിക്കണം, വെറുതെ ഇരിക്കലല്ല. ബട്ട് ദിസ് അറ്റാച്ച്ഡ് ആക്ഷൻസിനെ ഡിറ്റാച്ച്ഡ് ആക്ഷനിലാക്കി മാറ്റുന്നതിനെയാണ് renunciation എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഒരിക്കലും ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും ചിന്ത വരാൻ പാടില്ല, അയ്യോ ഞാൻ അത് ചെയ്തിരുന്നു, എനിക്ക് കുറച്ചും കൂടെ സുഖം കിട്ടുമായിരുന്നു, എനിക്ക് കുറച്ചും കൂടെ പണം കിട്ടുമായിരുന്നു എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ, അതായത് പേഴ്സണൽ ആയിട്ടുള്ള ആംബിഷൻസ് അതൊക്കെ വരുമായിരുന്നു എന്നുള്ള ചിന്ത വന്നാൽ ഞാൻ റിനൗൺസിയേറ്റ് അല്ല. കാരണം ചിന്തയും കർമ്മമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഗീത. ആ ചിന്തയും കൂടി ഇല്ല, എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല, അതായത് സെൽഫിഷ് ആയിട്ട് പ്രവർത്തിക്കാൻ. അങ്ങനെ ഞാൻ ഉയർന്നു നിൽക്കുന്നൊരവസ്ഥ, ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ റിനൗൺസിയേറ്റ്. സന്യാസി, കർമ്മസന്യാസി എന്ന് പറയുന്ന ഒരാളാവും. ദാറ്റ് ഈസ് കർമ്മസന്യാസ യോഗം, 5ാമത്തെ അധ്യായം. കർമ്മസന്യാസിയായി, അതാണ് കർമ്മസന്യാസം, അല്ലാണ്ട് വെറുതെ ഇരിക്കലല്ല എന്ന് നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ therefore attachment and renunciation. Attachment എന്ന് പറയുന്നത് therefore is the state of selfishness, being in the world and the world being in me, in the world and the world, I am the world. ആ വേൾഡുമായിട്ട് ഞാൻ ഇങ്ങനെ സംവദിച്ചുകൊണ്ട് ജീവിക്കുക. That is basically what attachment is. Actions bound by anticipated results, pressures of anticipation, thrill of attainment and happiness of enjoyment, physical senses, with likes and dislikes, egocentric, ego rooted likes and dislikes. അപ്പൊ നമ്മൾ താഴെ ചിന്തിക്കുക, ഈഗോ ക്രിയേറ്റിംഗ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്,
creating pleasures of anticipation, thrill of attainment, and happiness of enjoyment of the senses, mind, and the intellect, therefore bound by anticipated results, the state of selfishness being in the world and the world of being. This is attachment. And on the right side, when we are powered by the joys of the self, wisdom, equanimity, and discipline results. Therefore, we are having intellectual poise, emotional balance, and control of the senses, giving rise to anticipation for the joys of the self, attainment of the joys of the self, and the enjoyment of the joy. ഈ മൂന്ന് സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ, that is actions unlimited by constraints of the physical, egoistic physical senses, intellect, and the mind. And therefore, that is the state of renunciation, karma sannyasam, the state of the self, being in the world, but not the world being in you. ഈ വേൾഡിലെ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കൊണ്ടിരുന്നില്ല, വേൾഡ് പുറമെ. ഞാൻ ഒരു വെള്ളത്തില് ഇങ്ങനെ കിടക്കുന്ന താമരയുടെ ഇല മാതിരി. ആ വെള്ളം അതിന്റെ മുകളിലും വെള്ളമൊക്കെ ഉണ്ടാവും, പക്ഷെ വെള്ളം ആ താമര ഇതളില് അല്ലെങ്കിൽ താമരയുടെ ലീഫില്, ഇലയില് അതിനെ ബാധിക്കുന്നില്ല. അതിൽ തൊടാണ്ട്, അതിൽ തൊട്ടുകൊണ്ടാണെങ്കിൽ പോലും അതിൽ തൊടാത്ത വിധത്തിൽ ജീവിക്കുന്ന അവസ്ഥ, അതിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയാണ് റെനൻസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ അല്ലെ? സോ അവിടെ ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് ഈ അറ്റൈൻമെന്റ് ഓഫ് ദ ജോയ്സ് ഓഫ് സെൽഫ്, അറ്റൈൻമെന്റ് ഓഫ് ദ ജോയ്സ്, ആന്റിസിപ്പേഷൻ, അറ്റൈൻമെന്റ് ആൻഡ് എൻജോയ്മെന്റ് ഓഫ് ദ ജോയ്സ് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്ന മനസ്സിന്റെ അവസ്ഥയെയാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തിയുടെ ഒരു ചെറിയ എന്താ പറയാ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ഒരു പോയിന്റർ അവിടെ കൊടുത്തിട്ടുണ്ട് 5ാമത്തെ അധ്യായത്തിൽ. എന്നിട്ട് അവിടെ വെച്ച് തൽക്കാലം അവിടെ നിർത്തും. പിന്നെ ഇനി അടുത്ത 6 ധ്യാനയോഗത്തിനെ പറ്റി പറഞ്ഞതിന് ശേഷം പിന്നെ ആ ഭക്തിയുടെ ഡീറ്റെയിൽസിലേക്കാണ് കിടക്കുന്നത്. 7ാമത്തെ അധ്യായം മുതൽ അങ്ങോട്ട് 12ാമത്തെ അധ്യായം വരെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് വളരെ എന്താ പറയാ, ഈ ഗീതാകർത്താവ് വേദവ്യാസൻ അവരുടെ ആ എന്താ പറയാ ആഖ്യാന രീതിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇത് ഒരു പല ഈ സ്ക്രിപ്ചർ ഈ ഒരു നോളജിന്റെ ഒരു വലിയൊരു ഒരു വെൽത്ത് ഓഫ് നോളജ് ഇങ്ങനെ ഒരുക്കി കൂട്ടിയപ്പോൾ അവിടെ അത്യാവശ്യം വേണ്ട പോയിന്റേഴ്സ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് അടുത്തത് എന്താണ് എന്നുള്ളൊരു പോയിന്റർ ഇടക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. അവസാനം ഈ ഫസ്റ്റ് സ്റ്റേജിന്റെ അവസാനമായപ്പോൾ അതിലത്തെ ഒരു മെയിൻ പോയിന്റ് ആണിത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിവോഷൻ ഈസ് the anticipation for the joys of the self, attainment of the joys of the self, and the enjoyment of the joys. അത് അങ്ങനെയുള്ള എൻ്റെ മനസ്സിന്റെ സ്ഥിതി, അതാണ് ഡിവോഷൻ, ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എന്താണ് ഭക്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ഒരു സൂപ്പർഫിഷ്യൽ ചിന്തകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കി തരുന്ന വിധത്തിലാണ് ഇതിനെ അവതരിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ സെൽഫ്ലെസ്നെസ്, knowledge based selflessness and the rejection of likes and dislikes, renunciation എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിനുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ മൂന്ന് സംഗതികളെയും കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ എന്റെ മനസ്സില് ഇപ്പൊ നമുക്കിത് ആലോചിച്ച് നോക്കാം. നമുക്ക് ഇത് മൂന്നും നമ്മള് ഇപ്പൊ ഒരു എന്താ പറയാ വീട് വൃത്തിയാക്കുന്ന എന്താ പറയാ നമ്മുടെ ആന്റിസെപ്റ്റിക് ലോഷൻ, അതിൽ 3 ടൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. 3 സംഗതികളെയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ, ക്ലീൻ ആയിട്ടുള്ള വീട്. അതെന്താണ് ഭക്തി. ദാറ്റ് ഈസ് ഭക്തി. അത് ഏതൊക്കെയാണ് 3 ആന്റിസെപ്റ്റിക് സാധനങ്ങൾ? ഒന്ന് സെൽഫ്ലെസ്നെസ്, പിന്നെ ഒന്ന് നോളജ് ബേസ്ഡ് സെൽഫ്ലെസ്നെസ്, പിന്നെ റിനൻസിയേഷൻ ഓഫ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ഇത് 3 കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ലോഷൻ ആണ് ഭക്തി. ആ ഭക്തിയുടെ ലോഷൻ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് 3 ഇപ്പോഴേ ഇവിടെ അവതരിപ്പിച്ചു. ഇനി അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത 7 മുതൽ അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിൽ വരും. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അതിന്റെ ഡീറ്റെയിൽസ്. അപ്പോ അറ്റാച്ച്മെന്റ് റിനൻസിയേഷൻ. അപ്പൊ ഒന്നും കൂടി നമ്മൾ അതിനെ ഒന്ന് ചിത്രീകരിക്കുകയാണെങ്കിൽ, ഇന്റലക്ട്, മൈൻഡ് ആൻഡ് സെൻസസ്. അപ്പൊ ഇന്റലക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ഈഗോ. അതുകൊണ്ടാണ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഉണ്ടാവുന്നത്. മൈൻഡ്, ഇമോഷൻസ്, സെൻസസ്, പ്ലഷേഴ്സ്. സോ ഡിസ്ലൈക്സ്, ലൈക്സ്, ഡിസ്ലൈക്സ്, ഇമോഷൻസ് ആൻഡ് പ്ലഷേഴ്സ്. ഇത് ദിസ് ഈസ് മൈ, ദിസ് ഈസ് മീ. ഇനി ഇതിന് നമ്മളെ ഇന്റലക്ച്വൽ പോയിസും ഇമോഷണൽ ബാലൻസും ബോഡിയുടെ റെസ്ട്രെയിന്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്റലക്റ്റിന് എങ്ങനെ ഉണ്ടാക്കാം? നോട്ട് ഹാർബറിംഗ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ഇമോഷണൽ ബാലൻസ് എങ്ങനെ ഉണ്ടാക്കേണ്ടത്? ഇത് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തതിന്റെ സമ്മറി ആയിട്ട് ഞാൻ പറയണമെന്ന് മാത്രം, സോ ദാറ്റ് വി ക്യാൻ കൺസോളിഡേറ്റ് വാട്ട് വി ഹാവ് അണ്ടർസ്റ്റുഡ് സോ ഫാർ. മൈൻഡ്, ഇമോഷണൽ മൈൻഡിന്റെ ബാലൻസ്, അൺപെർടർബ്ഡ് ബൈ ഫിയർ, ആങ്കർ, ഹേറ്റ്രഡ്, ഫെയിലിയേഴ്സ് എക്സെട്ര. ആൻഡ് സെൻസ് റെസ്ട്രെയിൻഡ് എന്ന് വെച്ചാൽ ബോഡി റെസ്ട്രെയിൻഡ്, വിച്ച് ഈസ് ദ മോഡറേഷൻ ഇൻ സീക്കിംഗ് സെൻസറി പ്ലഷേഴ്സ്. അത് നമ്മൾ വേണ്ട കൺട്രോൾ ചെയ്തിട്ടുള്ള അനുഭവിക്കുന്ന ഒരവസ്ഥ, അതാണ് സെൻസ് റെസ്ട്രെയിൻഡ് എന്ന് പറയുന്നത്.
ഇത് മൂന്ന്. അപ്പോൾ അതിന്റെ പ്രോസസ് എന്താ? ഇന്റലക്ട് കൺട്രോൾസ് ദ മൈൻഡ്, മൈൻഡ് ബാലൻസസ് ദ സെൻസ് പെർസ്യൂട്ട്സ്, ആൻഡ് സെൻസ് പെർസ്യൂട്ട്സ് ആർ സബ്ലിമേറ്റഡ് ഇൻ ദർ തേഴ്സ് ഫൈനലി. അതായത് ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞില്ലേ, ഒരു സംഗതി എനിക്ക് എന്താ പറയാ, ഐ ആം എ നോൺ വെജിറ്റേറിയൻ, ഐ വാണ്ട് ടു ബിക്കം എ വെജിറ്റേറിയൻ, ഐ വിൽ ഷൻ. ഞാൻ എന്ത് കഴിക്കാം, കുറെ കഴിച്ച് കഴിയുമ്പോൾ എന്താ പറ്റുക? ഐ ഡോണ്ട് വാണ്ട് നോൺ വെജിറ്റേറിയൻ ഫുഡ് പിന്നെ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അൾട്ടിമേറ്റ്ലി സെൻസ് കൺട്രോൾ, സെൻസ് സബ്ലിമേറ്റ് ദ സെൻസസ് സബ്ലിമേറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അത് സെൻസസിന്റെ ഫംഗ്ഷനാണ്, മനസ്സിലായോ? സെൻസസിന്റെ ഫംഗ്ഷനാണ് എനിക്ക് അത് വേണ്ട എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിപ്പിക്കുന്നത്. എനിക്ക് വേണ്ട, അത് സെൻസസിന് പിന്നെ അതിന് തേഴ്സ്റ്റ് ഇല്ല. അപ്പൊ മൈൻഡ് ഈസ് കൺട്രോൾഡ് ആൻഡ് ഇന്റലക്ട് പിന്നെ ഇന്റലക്ട് മൈൻഡിന്റെ ആവശ്യമില്ല. പിന്നെ യു ക്യാൻ ഡു ദാറ്റ്. അപ്പൊ സബ്ലിമേറ്റഡ് സെൻസസ് ഹെൽപ്പ് കൺട്രോൾ വേവറിംഗ് ഓഫ് ദ മൈൻഡ് ആൻഡ് അൺവേവറിംഗ് മൈൻഡ് സ്റ്റഡീസ് ദ ഇന്റലക്ട്. അത് രണ്ട് പ്രോസസ്. ഇങ്ങനെ ഇതിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോസസ്സ്? ടോപ്പ് ഡൗൺ ആണോ ബോട്ടം അപ്പ് ആണോ എന്നുള്ളത് നമ്മളുടെ എന്താ പറയാ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതാണ് നേരത്തെ പറഞ്ഞ അൺഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സെൻസസിനെ കൺട്രോൾ ചെയ്ത് തുടങ്ങാം. ഇനീഷ്യേറ്റഡ് ആൾക്കാർ ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലായും കൺട്രോൾ ചെയ്യും. ബേസിക്കലി ഇത് രണ്ട്, സെൻസസ് കൺട്രോൾ ചെയ്യുന്നതും ഇന്റലക്ട് കൺട്രോൾ ചെയ്യുന്നതും അൾട്ടിമേറ്റ്ലി ഒരെണ്ണത്തിനെയാണ്. എന്താണ്? ഇമോഷൻസിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, മൈൻഡിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. വെൻ ദ മൈൻഡ് ഈസ് കൺട്രോൾഡ് ഇറ്റ് ബിക്കംസ് ബാലൻസ്ഡ്, എവറിഥിങ് വർക്ക്സ്. അപ്പൊ മനസ്സാണ് അൾട്ടിമേറ്റ്. ഇന്റലക്ട് ഉപയോഗിച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ സെൻസ് റിസ്ട്രെയിന്റ് ഉപയോഗിച്ചിട്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാം. ഇത് അൺഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സെൻസസിനെ ഉപയോഗിച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് ജ്ഞാനത്തിൽ എത്തിച്ചേരുന്നു. ഇനി ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോ ബുദ്ധി ഉപയോഗിച്ചിട്ട്, ജ്ഞാനം ഉപയോഗിച്ചിട്ട് മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് സെൻസ് റെസ്ട്രെയിൻ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതാണ് വ്യത്യാസം. ഇതിൽ ഏതാ നമുക്ക് പറ്റുക എന്നുള്ളത് നമ്മളനുസരിച്ചിട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, എല്ലാ ആക്ഷൻസും, എന്റെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആൻഡ് മറ്റേ ഇഷ്യൂ എല്ലാം, എവറിഥിങ് ഈസ് അബൌട്ട് ഇന്റലക്ട് മൈൻഡ് ആൻഡ് സെൻസസ്. ഇതിലാണ് എന്റെ പ്രവർത്തനങ്ങൾ. ഓൾ ആക്ഷൻസ് ആർ സെന്റേർഡ് on intellect, mind and senses. The self does not have anything to do with it. And the ideas and the feelings and my cravings of the senses all are actually influencing my judgments, emotions and indulgence. ഇത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം എന്നാണ് ഗീത നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പൊ സെൽഫ് അല്ല, സെൽഫ് ഈസ് നോട്ട് ദ ഏജൻസി ഫോർ അവർ ആക്ഷൻ. സെൽഫ് അല്ല ഏജന്റ്. Who is the agent of my quality? എന്റെ ക്യാരക്ടറിന്റെ ഏജന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ ആത്മാവാണെന്നല്ല ഉത്തരം. എന്റെ ക്യാരക്ടറിന്റെ ഏജന്റ്, ദ ഏജന്റ് ഓഫ് മൈ ക്യാരക്ടർ ഈസ് മൈ ബോഡി, മൈൻഡ് ആൻഡ് ദ ഇന്റലക്ട്. ഇറ്റ് ഈസ് നോട്ട് ദ സെൽഫ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ, അപ്പൊ സെൽഫ് ഈസ് ഫ്രീ ഫ്രം ഓൾ, ഈസ് മിയർലി ദ വിറ്റ്നസ്. സെൽഫ് ഈസ് മിയർലി ദ വിറ്റ്നസ്. It has nothing to do with your qualities. The qualities arise because of the intellect, mind and the senses. And the qualities die in the intellect, mind and senses. Qualities arise and die in the intellect, mind and senses. Self is just the witness. ഈ ഒരു ബോധം നമുക്ക് എപ്പോഴുണ്ടാവുന്നതോ അന്ന് നമ്മൾ സക്സസ്ഫുൾ ആയി. ഇത് ഈ ഇന്റലക്ട്, മൈൻഡ് ആൻഡ് ബോഡി നമ്മളുടെ ക്വാളിറ്റീസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്? ത്രൂ 3 different types of qualities: സത്വ, രജസ് ആൻഡ് തമസ്. സത്വരജസ് തമോ ഗുണങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഗുണങ്ങള് മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തിനെയും കെട്ടിവലിയുമ്പോൾ ആത്മതത്വം മറന്ന് നമ്മൾ ആ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസൃതമായിട്ട് എൻ്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും ശരീരത്തിന്റെയും ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് നമ്മളെ ഗീത പഠിപ്പിക്കുന്നത്. സോ ദ ഏജന്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ഓഫ് ആക്ഷൻ ആയിട്ട് വരുന്നു. എൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എനിക്ക് കിട്ടുന്നതായിട്ടുള്ള ഗുണങ്ങളാണ് ഏജന്റ്. ആ ഗുണങ്ങൾ ഉണ്ടാവുന്നത് എൻ്റെ സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്നുണ്ടാവുന്ന ചിന്തകളെ കൊണ്ടാണ് അതൊക്കെ ഉണ്ടാക്കി മാറ്റുന്നത്. ഏജന്റ്സ് ഓഫ് ആക്ഷൻ, ഫ്രൂട്ട്സ് ഓഫ് ആക്ഷൻ ആണ് നമുക്ക് ഇതെല്ലാം നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. അതാണ് അപ്പൊ ഈ പറയുന്ന ഇഷ്ടാനിഷ്ടങ്ങൾ, സുഖങ്ങളും ദുഃഖങ്ങളും, അതുകൊണ്ട് അതിൽ നിന്ന് മാറ്റി സുഖങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തിനും വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്ന അപ്പൊ ആ ഫലങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന ഫലങ്ങളാണ് ഈ എന്ത് ഫലമാണ് നമ്മളെ കിട്ടുന്നത്, അതാണ് നമ്മളുടെ ഏജന്റായി മാറുന്നത്.
ultimately. And that is basically what is happening. Apo self alla agent എന്നുള്ളത് ആണ് പിന്നീടുള്ള ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. അതായത് power of the self impressions ചാലിച്ച്, ആദ്യത്തെ സ്റ്റെപ്പ് ഇംപ്രഷൻസ് ചാലിച്ചുകൊണ്ട് സെൽഫ് പ്ലസ് ഇംപ്രഷൻസ് ആയി മാറുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ അടുത്ത ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്തു. അപ്പോൾ സെൽഫ് പ്ലസ് ഇംപ്രഷൻസ് പ്ലസ് ഈഗോസെൻട്രിക് ഐഡിയാസ്, ഇന്റലക്റ്റിന്റെ ഈഗോസെൻട്രിക് ഐഡിയാസ്, അത് മൂന്നും കൂടെ ചേർന്നു. അപ്പൊ ഞാൻ ബ്ലൂ ഇൻഫിനിറ്റ് കളറായിട്ട് ഉപയോഗിച്ചേക്കാണ്. ആ ഇൻഫിനിറ്റ്യൂഡ് ചേഞ്ചസ് ഇൻ ടു സംതിങ് ഗ്രേ, ടു സംതിങ് മോർ എന്താ രാജസിക് ആൻഡ് താമസിക് ആൻഡ് അങ്ങനെയുള്ള ഗുണങ്ങളെ കലർന്നിരിക്കുന്നതായിട്ട് മാറ്റുകയാണ്. സെൽഫ് ബിക്കംസ് സെൽഫ് പ്ലസ് ഇംപ്രഷൻസ് പ്ലസ് ഈഗോസെൻട്രിക് ഐഡിയാസ് ആയി മാറും. ആൻഡ് ദെൻ ഇമോഷൻസ് കൂടെ ചേർത്ത് കഴിയുമ്പോഴോ കംപ്ലീറ്റ്ലി ഇമോഷണൽ ആവും. സെൽഫ് പ്ലസ് ഇംപ്രഷൻസ് പ്ലസ് ഈഗോസെൻട്രിക് ഡിസയേഴ്സ് പ്ലസ് ഇമോഷൻസ് ആയി മാറുന്നു ഞാൻ. ആൻഡ് പിന്നെ അതിന്റെ സ്കിൽസും അതിന്റെ എക്സ്റ്റീരിയർ, അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള സംഗതികളും കൂടെ ചേർന്ന് കഴിയുമ്പോൾ സെൽഫ് പ്ലസ് ഇംപ്രഷൻസ് പ്ലസ് ഈഗോസെൻട്രിക് ഐഡിയാസ് പ്ലസ് ഇമോഷൻസ് പ്ലസ് മൈ ഫിസിക്കൽ കേപ്പബിലിറ്റീസ്. അങ്ങനെ ദ ഫീൽഡ് ഓഫ് ആക്ഷൻ ഇൻ ദ വേൾഡ് ഓഫ് ഓബ്ജക്ട്സ്, the field of action in the world of objects is contaminated by my impressions, egocentric ideas, emotions and strengths, and the self is exhibiting in as the such actions in the outside world. ഇതായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പരിണമിച്ചു വരുന്നത്, ഇങ്ങനെയായിട്ട് എന്റെ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്? ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ദിസ് agents. These are the agents, the impressions, the ego, the intellectual ideations and the physical capabilities എന്ന് പറയുന്ന ഏജൻസ്. ഈ ഏജൻസ് എന്നിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. എന്റെ ഫിസിക്കൽ, എന്റെ സെൽഫിനെ കണ്ടാമിനേറ്റ് ചെയ്യും. ജസ്റ്റ് ലൈക്ക് നമ്മൾ നേരത്തെ പറയാൻ, അപ്പൊ നമ്മൾ പുറത്തേക്ക് വരുന്നത് എന്താണ്? പുറത്തേക്ക് വരുന്നതിന്റെ ഈ സെൽഫ് അല്ല പുറത്തേക്ക് വരുന്നത്, ആക്ച്വൽ സെൽഫ് അല്ല. സെൽഫ് ഈസ് കണ്ടാമിനേറ്റഡ് ബൈ ലോട്ട് ഓഫ് തിങ്സ്. എന്തൊക്കെയാണ്? ഇംപ്രഷൻസ്, ഈഗോസെൻട്രിക് ഐഡിയാസ് ആൻഡ് ഇമോഷൻസ് ആൻഡ് ദ ഫിസിക്കൽ കേപ്പബിലിറ്റീസ് ആയിട്ട് വരുന്നു പുറത്തേക്ക്. അപ്പോ ഈ സെൽഫ് എന്ന് പറയുന്ന കാറ്റ് എന്നിന്റെ ഉള്ളിലൂടെ കടന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു തരം ഗന്ധമുള്ള കാറ്റായി മാറുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എയർ ദാറ്റ് ഇസ് ആക്ച്വലി സെന്റഡ് എയർ ഈസ് ജസ്റ്റ് ദ സെന്റ് ഓഫ് ദ ഫ്ലവേഴ്സ്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഫ്ലവർ, ആ ഫ്ലവറിന്റെ ക്വാളിറ്റിയാണ് പുറത്തേക്ക് കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ മാതിരി എന്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും ശരീരത്തിന്റെയും ഗുണങ്ങളെ പുറത്തേക്ക് എടുത്തുകൊണ്ട് വരുന്നു. അപ്പൊ സെൽഫ്, സത്യത്തിൽ പറഞ്ഞാൽ സെൽഫ് ഒരു കാരിയറാണ്. ആ സെൽഫ് ഒരു കാരിയറാണ്. ആ കാരിയറിൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും ശരീരത്തിന്റെയും ഗുണഗണങ്ങളെ അത് പുറത്തേക്ക് എടുത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സെൽഫ് എവിടെ? സെൽഫ് ഈസ് ജസ്റ്റ് ദ കാരിയർ, ജസ്റ്റ് ദ വിറ്റ്നസ്. സെൽഫ് ഈസ് പ്യൂർലി ദ വിറ്റ്നസ് ആൻഡ് ഇറ്റ് ടേക്സ് ദീസ് തിങ്സ് ഔട്ട്സൈഡ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് ക്ലിയർ ആണ് അല്ലേ? സോ ബേസിക്കലി ഇറ്റ് ഈസ് ദിസ്, നമ്മളുടെ ഈ സെൽഫ്, ഇംപ്രഷൻസ് ആൻഡ് ഇമോഷൻസ്, അനലിറ്റിക്കൽ തിങ്കിങ്, ഡെക്സ്റ്ററിറ്റി ഓഫ് സ്കിൽസ് ആൻഡ് ഫിസിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന സംഗതി, ഏജന്റുകളെ, ഇതാണ് ഏജന്റ്. എന്റെ ഏജന്റുകൾ ഇതൊക്കെയാണ്. ഈ ഏജൻസ് എന്റെ സെൽഫിനെ പുറത്തേക്ക് ഫീൽഡ് ഓഫ് ആക്ഷൻസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് ദ വേൾഡ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടിരുന്നു, ഇൻ ദി ഒബ്ജക്ട് ഓഫ് ദ വേൾഡ് പുറത്തേക്ക് കൊണ്ടിരുന്നു. അപ്പൊ ഇതാണ് എന്നെ. പിന്നെ അപ്പൊ ഇതിന്റെ ഒരു ഗുണം, ഈ ഏജൻസിന്റെ ഗുണമാണ് ഇവിടെ വരുന്നത്. ഈ ഗുണങ്ങളാണ് എന്നെ പിന്നീട് എനിക്ക് എന്റെ മനസ്സിനും ബുദ്ധിക്കും ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് ഉണ്ടാക്കി തരുന്നത്. ഈ ഏജന്റുകൾ എന്റെ മനസ്സിനും ബുദ്ധിക്കും ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്ന് പറയുന്ന ഗുണങ്ങളെ ഉണ്ടാക്കി തരുന്നു. ആൻഡ് ദെൻ ഐ ആം ഡ്രിവൺ ബൈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. മൈ മോട്ടിവേഷൻസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്സ് ആർ ഓൾ ഡ്രിവൺ ബൈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എന്നെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞതിന്റെ ആകത്തുക. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇങ്ങനെ ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ we will be elevated to that level of vision. What is that vision? Unity in diversity എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ അത് ഒരു ശ്ലോകത്തിൽ അനാലജിക്കൽ ആയിട്ടാണ് ഗീത പറഞ്ഞിരിക്കുന്നത്. അതായത് those who are illuminated by the awareness of the self, അങ്ങനെ sees in the Brahmin, in a cow, in an elephant, in a dog, and in a dog eater, the same self powering them through. എന്ന് പറഞ്ഞാൽ അവിടെ ഈ ബ്രാഹ്മണൻ, പശു, ആന,
നായ പട്ടിയെ തിന്നുന്നവര് എന്ന് പറയുന്ന ലോവസ്റ്റ് ലെവൽ എന്നുള്ള അർത്ഥത്തിലാണ്. അതെന്താണോ ശരിക്കും പറയണ 5 സംഗതികൾ എന്തൊക്കെയാണ്? ഒന്ന്, people who are knowledgeable and is powered by wisdom. People who are calm temperamentally. People who are, run by the strength, but are ignorant. പലരുണ്ട്, പല അങ്ങനത്തെ ആൾക്കാരുണ്ട്, അല്ലെ ഇപ്പൊ ഹനുമാനെ പോലെയുള്ള ആൾക്കാരെന്നൊക്കെ പറയാറുണ്ട്. വളരെ ശക്തിയുള്ള ആളാണ്, പക്ഷെ ഇഗ്നറന്റ് ആയിട്ട് നിൽക്കുക. അല്ലെങ്കിൽ വേറെ അത് അങ്ങനെയുള്ള അത് ആനയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ആന അതിന് ഭയങ്കര ശക്തിയുള്ള ഒരു മൃഗമാണ്, പക്ഷെ ഇറ്റ് ഡസന്റ് നോ ഇറ്റ്സ് ഓൺ സ്ട്രെങ്ത് ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് ടൈം എന്ന് പറയുന്ന ആ ഒരു അനാലജിയാണ് ഇവിടെ ഉപയോഗിച്ചത്. സ്ട്രെങ്ത് ആൻഡ് ഇഗ്നറൻസിന്റെ പ്രതിരൂപമാണ് ആന. കാം ടെമ്പറമെന്റിന്റെ പ്രതിരൂപമാണ് പശു. നോളജ് ആൻഡ് വിസ്ഡത്തിന്റെ പ്രതിരൂപമാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്, വെച്ചാൽ ബ്രഹ്മത്തെ അറിഞ്ഞവൻ. ആൻഡ് ഡോഗ് ആൻഡ് ഡോഗ് ഈറ്റർ. അപ്പൊ ഡോഗ് പവർഫുൾ സെൻസസ്, അതാണ് നായ എന്ന് പറഞ്ഞിരിക്കുന്നത്. സെൻസസിന്റെ പവർ, അതായത് ചെവിയുടെയും മൂക്കിന്റെയും ഒക്കെ ശക്തി ഉപയോഗിച്ച് ആണ് ഈ പട്ടികൾ പ്രവർത്തിക്കുന്നത്. സോ പവർഫുൾ ആണ് അവരുടെ ആ സെൻസസ്. അതുകൊണ്ടാണ് അങ്ങനെ നായ എന്നുള്ള ഒരു ഉപമ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഇൻ എ ഡോഗ് ഈറ്റർ. ഡോഗ് ഈറ്റർ ഈസ് സംബഡി ഹു ഈസ് ആക്ച്വലി സിന്നർ, റൺസ് ആഫ്റ്റർ സെൻസ് പ്ലഷേഴ്സ് എന്നുള്ള നിലയിലുള്ള ഒരാൾ. അങ്ങനെ 5 വിധത്തിലുള്ള ആൾക്കാര്. അവർക്കൊക്കെ ഇവരെല്ലാം ഈ വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? ആത്മതത്വം പ്രവർത്തിപ്പിക്കുക, ശക്തി കൊടുക്കുകയാണ്, പക്ഷെ പ്രവർത്തിപ്പിക്കുന്നത് അവരുടെ ഉള്ളിലത്തെ ഗുണങ്ങളാണ്. ആ ഗുണങ്ങൾ ഉപയോഗിച്ച് അവര് പ്രവർത്തിപ്പിക്കുന്നു. Therefore they are different in nature. They are not different. They are only different in their nature. അതാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ നേച്ചറിന്റെ ഗുണമാണ് അവർ കാണിക്കുന്നത് എന്നുള്ള എൻ്റെ ഉൾക്കാഴ്ച. That the self is powering me, but I work in a different manner because of my nature, not because of the difference in myself. എന്ന് ഉള്ള ആ ഒരു കാഴ്ച ഇക്വാനിമിറ്റി ആൻഡ് ഇക്വിപോയിസ് ഉണ്ടാക്കുന്നു. That gives you endless joy. That will give you endless joy. That is basically what. അപ്പൊ ഇത് എല്ലാം വേറെ ആണെങ്കിലും ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ എത്തിക്കുന്നതാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഉൾക്കാഴ്ച. അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് തന്നെയാണെന്നുള്ളത് ഇനിയും കുറച്ചും കൂടി സയന്റിഫിക് ആയിട്ട് നമുക്ക് അതിനെ ഒന്ന് ചെയ്യാം. കാരണം അതിന്റെ ആ ലാംഗ്വേജിലല്ല ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഞാൻ ആ മറ്റേ പുതിയ ലാംഗ്വേജിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രം. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് കോൺഷ്യസ്നസ്? കോൺഷ്യസ്നസ് ഈസ് the result of some mechanisms inside our body. അല്ലെ? ബ്രെയിനിന്റെ ന്യൂറോൺസ്, ഒരു ന്യൂറോൺസ് ആണ് ഏറ്റവും ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്, is the neuron. And that neuron has got only one type of function. അതായത് നമ്മളുടെ പ്രപഞ്ച ശക്തികൾ നമ്മളുടെ ന്യൂറോണിൽ കൂടെ വർക്ക് ചെയ്യണം. ഒരു ന്യൂറോൺ എടുത്തു കഴിഞ്ഞാൽ അത് it has got certain ways of function. That is, what is that? It is something like this. അതായത് അതിന്റെ സ്ട്രക്ചറാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. I'm not going into the details of the process, chemistry and biology of it. It is about a cell body in the, and then there is the axons and dendrites. Axons and dendrites. ഇങ്ങനെ അത് പ്രവർത്തിച്ച് dendrites അതിന്റെ synaptic connections and it connects to the muscles and it connects to there are various ways of ending those axon connections. അങ്ങനെ that is the structure. ഇതാണ് എല്ലാ ന്യൂറോണിന്റെ സ്ട്രക്ചർ. ഇതാണ്. അപ്പൊ പ്രപഞ്ച ശക്തികളെ ആദ്യം ഉള്ളിലേക്ക് എടുത്ത് പ്രവർത്തിപ്പിക്കുന്ന ഫസ്റ്റ് ബേസിക് ഫണ്ടമെന്റൽ യൂണിറ്റ്, അതായത് നമുക്ക് ഈ പറയുന്ന കോൺഷ്യസ്നസ് തരുന്ന ഫണ്ടമെന്റൽ യൂണിറ്റ് ഈസ് ബേസിക്കലി നത്തിങ് ബട്ട് ദിസ്. ഇങ്ങനെയാണ് ഇത്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മനുഷ്യന് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. പക്ഷെ മനുഷ്യൻ അല്ലാണ്ട് ജെല്ലി ഫിഷ് മുതൽ ഇങ്ങോട്ട് എടുക്കുകയാണ്. ജെല്ലി ഫിഷ് ആസ് സംതിങ് ലൈക്ക് 5000 ന്യൂറോൺസ്. ആൻഡ് 5000 ന്യൂറോൺസിന്റെ ഇന്റർകണക്ഷൻസ് ആണ് ജെല്ലി ഫിഷ്. പിന്നെ അതിങ്ങനെ കൂടി ഒരു നായയിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഇറ്റ് ബിക്കംസ് മോർ ആൻഡ് മോർ, ഇറ്റ് ഇൻക്രീസ്ഡ് ഇൻ മോർ ഇവോൾവ്ഡ് ആനിമൽസിലേക്ക് വരുമ്പോൾ അതിങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാം. മനുഷ്യനിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് there are about 86 billion neurons. 86 billion ന്യൂറോൺസും അതിന്റെ ഇന്റർകണക്ഷൻസുമായി മാറുന്നു. 5000 ന്യൂറോൺസും അതിന്റെ ഇന്റർകണക്ഷൻസും. ഏറ്റവും ബേസിക്, വൺ ഓഫ് ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് ലൈഫ് എന്നുള്ള നിലയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ജെല്ലി ഫിഷിനെ. ആൻഡ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫോം ഓഫ് ലൈഫ്, ഹ്യൂമൻ ബീയിങ്സ്. സോ 5000 to 8.86 billion കണക്ഷൻസ്. അപ്പോൾ 86 billion ന്യൂറോൺസ് നേരത്തെ പറഞ്ഞ മാതിരിയുള്ള സിംഗിൾ ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന
5,000 യൂണിറ്റ്സ് ഉള്ള ജെല്ലിഫിഷും 86 ബില്യൺ യൂണിറ്റ് ഉള്ള ഹ്യൂമൻ ബ്രെയിൻ. ദാറ്റ് ഈസ് ഓൾ. അത് അങ്ങനെ നമുക്കൊന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലെല്ലാം നമ്മുടെ ജെല്ലിഫിഷിന്റെ ഉള്ളിലും മനുഷ്യന്റെ ഉള്ളിലും അൾട്ടിമേറ്റ്ലി ദ യൂണിറ്റ് ഓഫ് ലൈഫ് കോൺഷ്യസ്നസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ന്യൂറോൺ, ആ ന്യൂറോൺ ഇങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യണം. ഈ ജെല്ലിഫിഷിന്റെ ഉള്ളിൽ ഈ ന്യൂറോൺ വർക്ക് ചെയ്യുന്നത് ഡിഫറൻസ് ഇല്ല. ദർ ഇസ് നോ ഡിഫറൻസ്. ഇറ്റ് ഇസ് ദ സെയിം ആസ് ഇറ്റ് ഈസ് ഇൻ മീ. ബട്ട് ദ പ്രോബ്ലം ഈസ് ഇത് ഇതിന്റെ കോംപ്ലക്സിറ്റി കൂടുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രക്രിയയാണ് ഈ പറയുന്ന അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. കോൺഷ്യസ്നസിന്റെ ഫംഗ്ഷനിങ്ങിൽ കൂടുതൽ 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 ആയി മാറും. അപ്പൊ അതില് ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി, അതായത് കുറച്ച് ബില്യൺ ന്യൂറോൺസിലേക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഒരു പ്രക്രിയയാണ് ഇതിന്റെ ഒരു സെൽഫ് റെഫറൻസ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട. പക്ഷെ ഞാൻ എന്റെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഞാൻ എന്നുള്ള ഫീലിംഗ് ആദ്യം ഉണ്ടാക്കി തരുന്ന ഒരു കോൺഷ്യസ് ലെവലുണ്ട്. ആ കോൺഷ്യസ് ലെവൽ ഞാൻ എന്ന് പറയുന്ന ഫീലിംഗ്, അതിന് കുറച്ച് ലെവൽ ഓഫ് ന്യൂറോൺസിന്റെ ആവശ്യമുണ്ട്. അത് എത്തിക്കഴിയുമ്പോഴേ ആ ഞാൻ എന്നുള്ള ഫീലിംഗ് വരുന്നു. അതാണ് ഫസ്റ്റ് ഉണ്ടാവുന്നത്, സെൽഫ് റെഫറൻസ്. ആൻഡ് ദെൻ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള കഴിവുകളൊക്കെ മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതൊക്കെ കൂടുതൽ സെൻസസ് ഒക്കെ ഇവോൾവ് ചെയ്തും മനസ്സിന്റെ, അതായത് ബ്രെയിനിന്റെ മറ്റു പാർട്ടുകളിലൊക്കെ കൂടുതൽ ന്യൂറോൺസ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് ഈ സംഗതികളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് ഈ പറയുന്ന ഏറ്റവും ബേസിക് യൂണിറ്റിലായിട്ടുള്ള ജീവിയിലും എന്നിലും ഒക്കെ പ്രവർത്തിക്കുന്നത്, എന്റെ ഈ ആത്മീയ ശക്തി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തി പ്രവർത്തിക്കുന്നത് ഒറ്റ വഴിയുള്ളൂ, ത്രൂ ദിസ് യൂണിറ്റ്. അങ്ങനെയാണ് അതിനൊക്കെ ഇതുണ്ടാവും, കോൺഷ്യസ്നസ് ഉണ്ടാക്കി വരുന്നത് എന്നുള്ള ബോധം എനിക്ക് എപ്പോൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുവോ അന്ന് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിലേക്ക് എനിക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇത് ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. അപ്പോ എനിക്കറിയാം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി, ആ ന്യൂറോണൽ ശക്തി, ആ ആനയുടെ തലയിലും പ്രവർത്തിക്കുന്നുണ്ട്, ആ ഉറുമ്പിന്റെ തലയിലും പ്രവർത്തിക്കുന്നുണ്ട്, ആ ജെല്ലി ഫിഷിലും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഗംഭീരനാണെന്നുള്ള ഒരു തോന്നല് എവിടെയോ ഉണ്ടായി എനിക്ക്. ഡിഫറൻസ് അത് എന്റെ മനസ്സുണ്ടാക്കി തന്നതാണ്, എന്റെ കോംപ്ലക്സിറ്റി ഓഫ് കോൺഷ്യസ്നസ് ഉണ്ടാക്കി തന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ സയന്റിഫിക് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്നുള്ള നിലയിൽ പറഞ്ഞു. ഇഫ് യു ക്യാൻ വിത്ത്സ്റ്റാൻഡ് therefore the selfish desire and anger while living in transacting in this world, we will be happy. ഇതെടുത്ത് മാറ്റി എനിക്ക് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി. അപ്പോ ഈ നമുക്ക് സാറ്റിയേഷൻ ഈസ് ബേസിക്കലി ഇപ്പോൾ ഒരു സാധനം കഴിച്ചു കൂടുതൽ ഇഷ്ടമുള്ള സാധനം പിന്നെ തിന്നുമ്പോൾ ഓവർ ഇന്റലിജൻസിലേക്ക് വരുന്നു. ആ ഓവർ ഇന്റലിജൻസ് എന്താ പറ്റിയ ഡിസ്കംഫർട്ടും പെയിനിലേക്ക് എത്തിച്ചേർക്കുന്നു എന്നുള്ള ശക്തി മനസ്സിലാവും. നോൺ സാറ്റിയേഷൻ becomes non-satisfaction, becomes disappointment, becomes anger and pain. ഇതാണ് ബേസിക്കലി. അപ്പൊ നമുക്ക് ഒരു പുറമേയുള്ള സംഗതികൾ, വസ്തുക്കള് സന്തോഷം തരുന്നു എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. ഇറ്റ് ഈസ് നോട്ട് റിയൽ എന്ന് വേദാന്തം നമ്മളെ പഠിപ്പിക്കുന്നു. എങ്ങനെ? വൈ ബിക്കോസ് സാറ്റിയേഷൻ റിസൾട്ട്സ് ഇൻ ഓവർ ഇന്റലിജൻസ് റിസൾട്ട്സ് ഇൻ ഡിസ്കംഫർട്ട് ആൻഡ് പെയിൻ. നോൺ സാറ്റിയേഷൻ, അത് കിട്ടിയില്ല എന്നുള്ള ദുഃഖമാണെങ്കിലോ ദാറ്റ് ബിക്കംസ് നോൺ സാറ്റിസ്ഫാക്ഷൻ, ആൻഡ് നോൺ സാറ്റിസ്ഫാക്ഷൻസ് ബിക്കം disappointments results in anger, and anger also results in pain. So ultimately സാറ്റിയേഷൻ ഓർ നോൺ സാറ്റിയേഷൻ എനിക്ക് എന്താ ഉണ്ടാക്കുന്നത്? അൾട്ടിമേറ്റ്ലി പെയിൻ. അതുകൊണ്ടാണ് ഒരു ഓബ്ജക്ട്സും വസ്തുക്കളും നമുക്ക് സന്തോഷം തരില്ല എന്ന് ഗീത അല്ലെങ്കിൽ വേദാന്തം നമ്മളെ പഠിപ്പിക്കുന്നതിന്റെ ഒരു ഫിലോസഫിക്കൽ ട്രൂത്ത് എന്നുള്ള നിലയിൽ മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് നമ്മൾ ഒരു സംഗതികളും ആസ്വദിക്കാൻ പാടില്ല എന്നോ എല്ലാം ത്യജിച്ച് ജീവിക്കണം എന്നോ അർത്ഥമില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒറ്റ സംഗതിയേ ഉള്ളൂ, എന്താണ്? ഓവർ ഇന്റലിജൻസ് പാടില്ല. ദാറ്റ് ഇസ് ഓൾ. മിതത്വം, മോഡറേഷൻ. സോ സെൽഫിഷ് ഡിസയേഴ്സ് ആൻഡ് ആങ്കർ റിസൾട്ട്സ് ഇൻ ആങ്കർ, അത് ഇല്ലാണ്ടിരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് joys of the self, anticipation, attainment and enjoyment of the joys of the self gives rise to knowledge of the self. The knowledge of the self gives rise to identity with the self. Identity with the self, destruction of sins and equanimity and equipoise, resulting in the state of renunciation. എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ആങ്കർ ആൻഡ് സെൽഫിഷ് ഡിസയർ ആൻഡ് ആങ്കർ ആണ് പ്രശ്നം. അതിനെ മാറ്റി നിർത്താൻ joys of the self is what is required. And if you start doing that selflessly, knowledge of the self dawns on you, and the knowledge of the self will actually control your mind and intellect, and therefore you will reach a state of renunciation. And this state of renunciation is the state of the infinite brahmathinte state aanadu.
അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെൽഫിഷ് ഡിസയർ ആൻഡ് ആങ്കർ എങ്ങനെ കൺട്രോൾ ചെയ്യാം, പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഡു നോട്ട് ബ്രൂഡ് ഓവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. സോ ബിക്കോസ് വെൻ യു ബ്രൂഡ് ഓവർ ഇറ്റ് ദേ ഗെറ്റ് സ്ട്രെങ്തൻഡ്. അതുകൊണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾ അത് എനിക്കറിയാം ഇത് തെറ്റാണെന്ന്, സംഗതികൾ അത് പാടില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ആവരുത് എന്ന് എനിക്കറിയാം. അപ്പൊ അത് എന്നിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാണ്ടിരിക്കാനായിട്ടുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കിയത്. അത് അങ്ങനെ ചിന്ത വരുമ്പോൾ ഇതിനെ കട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും നമുക്ക് മോർ പവർഫുൾ ആയിട്ടുള്ള ഒരു തോട്ടിനെ കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് യു ഡു ഇറ്റ്. സോ ഡോണ്ട് ബ്രൂഡ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ അധ്യായത്തിലെ 61-62 ശ്ലോകങ്ങളില് പറയുന്നുണ്ട് ലാഡർ ഓഫ് ഫോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ബ്രൂഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇന്റലക്ട് ബ്രൂഡിങ് അൾട്ടിമേറ്റ്ലി ഡിസ്ട്രോയ്സ് യുവർ ഇന്റലക്ട്. സോ ഡോണ്ട് എൻഗേജ് ഇൻ ഇറ്റ്. കൺട്രോൾ ദ ഫിസിക്കൽ എക്സ്പ്രഷൻ. പിന്നെ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പുകളാണ് കൺട്രോൾ ദ ഫിസിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഡിസയർ ആൻഡ് ആങ്കർ വെൻ ദേ സർഫസ്. അതായത് എന്റെ മനസ്സിന്റെ ഉള്ളിൽ ദേഷ്യമോ സന്തോഷമോ ഒക്കെ വരുമ്പോൾ അതിനെ അപ്പം തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ആ സമയത്ത് അത് പുറത്തേക്ക് കൊണ്ടുവന്ന് പ്രവർത്തന മേഖലകളിലേക്ക് എത്തിക്കരുത്. അതാണ് നമ്മൾ കണ്ടല്ലോ. ഇപ്പൊ അൾട്ടിമേറ്റ്ലി ഇറ്റ് ലാൻഡ്സ് അപ്പ് ഇൻ ദി ഔട്ട്സൈഡ് വേൾഡ് ആസ് അവർ ആക്ഷൻസ്. അപ്പൊ ആ ആക്ഷൻസ് ചെയ്യാണ്ടിരിക്കുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ പറഞ്ഞ അൺഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടത്. ഡോണ്ട് ഡു ഇറ്റ്. ഇപ്പൊ ദേഷ്യത്തില് ഒരാളുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ ദേഷ്യം വന്നിരിക്കുന്ന സമയത്താണെങ്കിൽ സംസാരിക്കാണ്ടിരിക്കുക. ദാറ്റ്സ് ഓൾ. ഡോണ്ട് ടോക്ക്. അല്ലെങ്കിൽ ഇപ്പൊ ഇമെയിൽ അയക്കുകയാണ് ദേഷ്യത്തിന്. ദേഷ്യം നമ്മളെ നശിപ്പിക്കും. therefore don't do it. Wait till your anger has subsided and then you look at the email. You can write whatever you want. അപ്പൊ ഇമെയിലൊക്കെ അതൊരു ഗുണമുണ്ട്. യു ക്യാൻ റൈറ്റ്, എക്സ്പ്രസ് ചെയ്യാം. പക്ഷെ ഡോണ്ട് സെൻഡ് ഇറ്റ്. അൾട്ടിമേറ്റ് ഫൈനൽ റിസൾട്ടിലേക്ക് പോകരുതെന്ന് മാത്രം. നേരെ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല. സംസാരിച്ചതിന് ശേഷം പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പൊ കൺട്രോൾ ചെയ്യണം. ഇനി ഇമെയിൽ അയക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഇമെയിൽ എഴുതിക്കോളൂ. സോ ദാറ്റ് യു ആർ കംപ്ലീറ്റ് ചപ്പും ചവറൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടും. എന്നിട്ട് ആ ഇമെയിൽ പിന്നീട് ശാന്തനായിട്ടിരിക്കുമ്പോൾ ഒന്നും കൂടെ വായിക്കുക. അപ്പോൾ യു വിൽ ഫൈൻഡ് ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് യു വിൽ ബി അഷൈംഡ് ഓഫ് യുവർസെൽഫ് ഫോർ ഹാവിംഗ് റിട്ടൺ ദാറ്റ് ആൻഡ് therefore you can fine tune it. എന്നിട്ട് അയച്ചു നോക്കും, പവർഫുൾ ഇമെയിലായി മാറും അത്. ആക്ച്വലി ഐ ഹാവ് ട്രൈഡ് hundreds of times and every time it has been highly successful. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു ഫെയിലിയർ ഉണ്ടായിട്ടില്ല അങ്ങനെ ചെയ്ത അവസരങ്ങളിൽ. യു ക്യാൻ ട്രൈ ദാറ്റ് ആൻഡ് therefore like that sublimate the tendencies through knowledge and understanding or selfless activities. ഇങ്ങനെ സപ്രസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നോളജ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്റെ ആങ്കർ എനിക്ക് നാശം ഉണ്ടാക്കും. therefore എന്ന് പറഞ്ഞാണ് ഇമെയിലിന്റെ കണ്ടീഷൻ. you write it, expel it and then keep it there, then fine tune it and send it when you are calm എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക്. സ്പിരിറ്റഡ് ആക്ടിവിറ്റീസ് ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ യജ്ഞഭാവവും സമർപ്പണഭാവവും പ്രസാദഭാവവും ഒക്കെ നമ്മളുടെ സെൽഫ്ലെസ്നെസ്സും നോളജ് ബേസ്ഡ് സെൽഫ്ലെസ്നെസ്സും ഒക്കെ നമ്മൾ എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരിക എന്നുള്ളതിന്റെ ചില ടിപ്പിക്കൽ എക്സാമ്പിൾസ് എന്നുള്ള നിലയിൽ പറഞ്ഞതാണ്. ആൻഡ് മെയിൻറ്റെയിൻ ആൻ അലേർട്ട് മൈൻഡ്. അപ്പോൾ ഇതിനൊക്കെ അൾട്ടിമേറ്റ്ലി എന്താ ചെയ്യണം? ഓൾവേസ് മെയിൻറ്റെയിൻ അലേർട്ട് മൈൻഡ്. എനിക്ക് എൻ്റെ മനസ്സ് എപ്പോഴും ജാഗ്രരൂപനായിട്ടിരിക്കണം. എവിടെയൊക്കെയാണ് എനിക്ക് ദേഷ്യം വരുന്നത്, എന്തുകൊണ്ട് ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ ഞാൻ ഓവർ റിയാക്ട് ചെയ്യുന്നു, നോ കൺട്രോൾ ഇറ്റ്. ഐ ആം ബിക്കമിങ് മോർ ആൻഡ് മോർ നെഗറ്റീവ്, കൺട്രോൾ ഇറ്റ്. ഐ ആം ബിക്കമിങ് അൺനെസസറിലി ബിക്കമിങ് അൺഡ്യൂലി വറീഡ് അബൌട്ട് മൈ റിസൾട്ട്സ്, കൺട്രോൾ ഇറ്റ് ആൻഡ് കീപ് നോ ഇതല്ല, അങ്ങനെയല്ല എന്ന് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മൈൻഡിങ് ദ മൈൻഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. മൈൻഡിങ് ദ മൈൻഡ്, മൈൻഡ്ഫുൾനെസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണത്, മൈൻഡിങ് ദ മൈൻഡ്. സോ ദാറ്റ് ഈസ് ഇങ്ങനെയാണ്. ദിസ് ഈസ് ഹൗ യു കൺട്രോൾ യുവർ സെൽഫിഷ്നെസ് ആൻഡ് ആങ്കർ. സോ വർക്ക് പ്ലേസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന നിലയിൽ ഈ റിനൗൺസിയേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഞാൻ അവിടെ റിനൗൺസിയേഷൻ എന്ന് പറയുന്നത് ആ വാക്കുകൾക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളെ യു ക്യാൻ റീപ്ലേസ് ബൈ റിനൗൺസിയേഷൻ. അതാണ് കർമ്മസന്യാസം. അതായത് വൺ ഹു ഷട്ട്സ് ഔട്ട് ഡിസ്ട്രാക്ഷൻസ്. റിനൗൺസിയേഷൻ ആണത്. ഡിസ്ട്രാക്ഷൻസ്, എനിക്ക് എന്റെ ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള പാതയിൽ തടസ്സം നിൽക്കുന്ന സംഗതികളെ തടുത്തു നിർത്തുക, മാറ്റി നിർത്തുക. ദാറ്റ് ഈസ് റിനൗൺസിയേഷൻ. ആൻഡ് ഗെറ്റിംഗ് അറൈസിംഗ് ഔട്ട് ഓഫ് സെറ്റിംഗ് പേഴ്സണൽ ഗോൾസ്, പേഴ്സണൽ അതായത് സെൽഫിഷ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് fully focused on contributing the critical path activities to the goal, totally cutting away from the pressures of distracting influences. Again, that is renunciation. By setting organizational goals as own goals, organization goal end goal ആക്കി മാറ്റുന്ന free from personal interest, freedom from personal interest, renunciation. And proactively engaging in helping others and helping the organization, helping the team for the common goal, cause, etc. will attain perfection in self-actualizing capabilities. നമ്മൾ
വികസിച്ച് വലുതാവുന്നത്, പന്തലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. And thus will be liberated from the travails of getting stuck in limited performance cycles or stuck within comfort zones. The practical ആയിട്ടുള്ള കർമ്മസന്യാസത്തിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഇങ്ങനെയാണ് നമുക്ക് സാധിക്കുക. അപ്പൊ ഇങ്ങനെ ഉള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതാണ് കർമ്മസന്യാസ യോഗം നമ്മളെ പഠിപ്പിക്കുന്നത്. So it is like this. The summary of this is that selflessness is equal to knowledge-based renunciation ultimately, which is what is called detachment, because equanimity and equipoise is attained. This detachment എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? Because your mind and the intellect is now completely detached from selfishness. So equanimity and equipoise ആണ് ഉണ്ടായി തരുന്നത്. How does knowledge help to do that? Knowledge, motivations are cured by the understanding of the knowledge of the self. That the self is just the enlivener എന്നുള്ള knowledge ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ, intellect, mind, senses are just the equipment. It becomes just the equipment. They just show their nature. അവരുടെ nature ആണ് കാണിക്കുന്നത് എന്നുള്ള ബോധം, അതാണ് knowledge. So this will help for you to this knowledge. That is why knowledge helps you, because it gives you this light. We understand that our mind is bound by likes and dislikes. The attitude of renunciation helps us to free ourselves from likes and dislikes. How do you actually practice this? For the uninitiated, control the senses, which will control the mind, and therefore the intellect will be equipoised. For the initiated, use your intellect to sublimate your cravings, and then the balance of mind and equipoise will result. And what is the understanding? The understanding is that the self is just the enlivener, not the agent of the actions. Knowledge, temperament, and strength will rise out of such a mind's structure. And what is the ultimate result of it? That the vision of unity in diversity is the ultimate result. But what is standing in the way? What is standing in the way? Man's qualities of selfish desires and anger is basically what stands in the way. About renounce distractions by shunning selfish attractions, renouncing selfish interests, and proactively engaging in sacrifices. Thus, gradually rise the level of knowledge. Knowledge will ultimately free you from all limited thinking. So, that's the summary of the first chapter. This summary, practical ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതിന്റെ കാര്യങ്ങളാണ് നമ്മൾ അവസാനത്തെ സ്ലൈഡിൽ പറഞ്ഞത്. ആൻഡ് ദാറ്റ് ഐ വിൽ സമറൈസ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആ ചാപ്റ്ററിൽ കണ്ട 4ാമത്തെ ചാപ്റ്ററിൽ കണ്ടതായിട്ടുള്ള ഹൈ റോഡ് ടു സസ്റ്റൈനബിൾ സക്സസ് ത്രൂ ദ സാക്രിഫൈസസ്. ആൻഡ് നമ്മള് we summarized some strategies of eye focus എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഏർണസ്റ്റ് ആയിട്ട്, അതായത് അൺഇനിഷ്യേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, നോവൈസസ്, റൂക്കീസ്, സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ളവര് ജസ്റ്റ് കീപ് ഡൂയിങ് ഫോക്കസ്ഡ് ഹാർഡ് വർക്ക്. ഏർണസ്റ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രം മതി. എനിക്ക് നന്നാവണം, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് ചെയ്യണം, എനിക്ക് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളൊരു ഒരൊറ്റ ദൃഢവിശ്വാസം മാത്രം മതി. വേറെ ഞാനോ ഒന്നും വേണ്ട. ജസ്റ്റ് കീപ് ഡൂയിങ് selfless action, focused, hardworking, learning, the attitude of learning, attitude of hard work, attitude of focusing your mind, attitude of being proactive, attitude of being a team player, right attitudes, right motivations, that's keep acting. Keep doing things for the goal, higher goal. That's selfish action, selfless action. അങ്ങനെ സെൽഫ്ലെസ് ആക്ഷനിലൂടെ പ്രവർത്തിച്ച് വിതിൻ നോ ടൈം. ഇപ്പൊ നമ്മളൊരു starting workplace, starting point, like you can start doing this within 1 year or 2 years in within 6 months to 1 year. You will see that you will start understanding what the whole goal of the organization is, what is the goal of the team, the organization, and larger goals. Then we will start taking the right initiatives. Taking the right initiatives, developing the right networks, managing your own self for both sides of life and work, and become a star follower, team player. Successful qualities like selfless action now is strengthened by knowledge, whereby your personal likes and dislikes will start taking a back seat.
you will slowly reach up to the state of renunciation. Ultimately, when you reach the state of renunciation, you become a true leader who works always, thinks always, and does everything. Shared goals, inclusive welfare, process-oriented, unsettling, doesn't unsettle people in the team or unsettle himself. Will be having an identified involvement with the cause and will be empowered and also empowering others. അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പിലേക്ക് എത്തിച്ചേരും, സ്റ്റാറ്റസിലേക്ക് എത്തിച്ചേരുന്നു, true leader. So from earnest performer to a true leader is the path of selfless action through knowledge to the state of realization. എന്ന് പറയുന്ന കർമ്മയോഗം, ജ്ഞാനകർമ്മയോഗം, കർമ്മ സന്യാസ യോഗം, ഇത് മൂന്നും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ള ഒരു ട്രൂ ലീഡർ ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുക. അപ്പൊ ഈ പറയുന്ന 3-ാമത്തെ അധ്യായത്തിലെയും 4-ാമത്തെ അധ്യായത്തിലെയും 5-ാമത്തെ അധ്യായത്തിലെയും നമ്മൾ പഠിച്ച സംഗതികളെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഈ പറയുന്ന പ്രവർത്തന മേഖലകളിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു സമ്മറി എന്നുള്ള നിലയിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഡീറ്റെയിൽസ് ആണ് സെൽഫ് അനലിറ്റിക്സ് എന്നുള്ള പ്രോഗ്രാമിൽ നമ്മൾ ചെയ്തത്. സോ ദിസ് ഈസ് 3, 4, 5 ചാപ്റ്ററുകളുടെ സമ്മറിയാണ്. ആൻഡ് ഇനി മനസ്സിലിപ്പോ നമ്മൾ ഈ ഫോക്കസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്, ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം കാര്യങ്ങൾ. അപ്പൊ അതാണ് അടുത്തതായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. കർമ്മത്തിന്റെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫോക്കസ് ഉണ്ടാക്കിയെടുക്കലാണ്. എന്താണ് ഫോക്കസ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ദാറ്റ് ഈസ് ധ്യാനയോഗം, അണ്ടർസ്റ്റാൻഡിങ് ദ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ. അതാണ് 6-ാമത്തെ അധ്യായം. ഈ 6-ാമത്തെ അധ്യായം നമുക്ക് അഗൈൻ വി വിൽ ഗോ ബാക്ക് ടു ആക്ച്വലി November 13th എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3rd ആയിട്ട് വരുന്നു. 3rd സാറ്റർഡേ ആവുമെന്ന് തോന്നുന്നു എനിക്ക്. അല്ല 3rd അല്ല, 2nd തന്നെ. സോറി. സോ വി ആർ ബാക്ക് ടു second Sunday. അല്ല 3rd Sunday ആയിട്ട് വരും അല്ലേ? ഓക്കെ, whatever it is. November 13-നാണ് അടുത്ത ക്ലാസ്. ഓക്കെ, November 13th Sunday we will have the 6th chapter. Okay, so I am stopping now with the mantra, and then if you have any, we can discuss for a few minutes. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.